പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കൊക്കെ ഈ ലോകത്ത് നിന്ന് ഒരു യാത്ര പറയൽ അനിവാര്യമാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ യാത്രയെക്കുറിച്ച് അഥവാ മരണമെന്ന യാഥാർത്ഥ്യത്തെക്കുറിച്ച് തൻ്റെ പ്രിയപ്പെട്ട അനുയായികളോട് അടിക്കടി പ്രവാചകൻ ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനത്തിൽ കാണാം, അക്ഫിറു ദിക്റ ഹാദിമിൽ ലദ്ദാത്ത്, സർവ രസ അനുഭൂതികളെയും ആസ്വാദനങ്ങളെയും മുറിച്ചു കളയുന്നതായ മരണത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴും സ്മരിച്ചുകൊണ്ടിരിക്കണേ, അധികരിച്ച് ഓർത്തുകൊണ്ടിരിക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സത്യത്തിൽ നമ്മൾ ഒരു വേളയൊന്ന് ചിന്തിക്കുക. നമ്മൾ ഈ വാഴുകളൊക്കെ കേൾക്കുന്നു, എത്രയോ വാഴുകൾ നമ്മൾ കേൾക്കിട്ടുള്ളവരാണ്, എത്രയോ കാസറ്റ് മുഖേന ഭാഷണങ്ങൾ കേട്ടിട്ടുള്ളവരാണ് നമ്മൾ. ഒരു വേള നമ്മളൊന്ന് ചിന്തിക്കുക, ഇന്നത്തെ സുദിനത്തിൽ എന്നല്ല, ഈ കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിനുള്ളിൽ എത്ര പ്രാവശ്യമാണ് നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിച്ചത്? ഞാനും നിങ്ങളും ഓരോരുത്തരും ചിന്തിക്കുക, നമ്മൾ മരണത്തെക്കുറിച്ച് സത്യത്തിൽ ഓർക്കുന്നുണ്ടോ? അടുത്ത സെക്കൻഡിൽ മരിക്കേണ്ടവരാണ് എന്നുള്ള ചിന്ത നമുക്കുണ്ടോ? ഇന്നലെ വിനീതന് കാസർഗോഡ് ജില്ലയിലായിരുന്നു പ്രഭാഷണമുണ്ടായിരുന്നത്. അവിടെ തൊട്ടടുത്ത് ബേക്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു കുട്ടി രാവിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ് മദ്രസയിലേക്ക് പഠനത്തിന് വേണ്ടി പോയി തിരിച്ച് തൻ്റെ വാപ്പയുടെ കുടുംബത്തിലേക്ക് എത്തണമെന്ന അറിയിപ്പുണ്ടായതുകൊണ്ട് തിരിച്ച് ആ വീട്ടിലേക്ക് പോകും വഴിയാണ് റെയിൽവേ പാളമുള്ളത്. ആ റെയിൽവേ ക്രോസ് ചെയ്യുന്ന സന്ദർഭത്തിൽ ട്രെയിൻ വളരെ ശക്തിയിൽ വന്നു. ആ ട്രെയിനിൻ്റെ കാറ്റ് വന്ന് അടിച്ചുകൊണ്ട്, നമുക്കറിയാം ട്രെയിൻ ക്രോസ് ചെയ്ത് ലെവൽ ക്രോസിൻ്റെ അവിടെ കിടക്കുന്ന ഏത് കട്ടിയുള്ള വാഹനമാകട്ടെ, ആ സ്ഥലത്ത് വാഹനം നമ്മൾ പാർക്ക് ചെയ്ത് നിൽക്കുമ്പോൾ ട്രെയിൻ അത് ശീഘ്ര വേഗതയിലൊന്ന് പോകുമ്പോൾ ഈ വണ്ടി ഒന്ന് ഒലയ്ക്കുന്നത് കാണാം. അതിൻ്റെ ശക്തി അത്രമാത്രമാണ്. അപ്പോൾ ഈ കൊച്ചുകുട്ടി ക്രോസ് ചെയ്ത് തൊട്ടപ്പുറത്തെ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുകയാണ്. തൻ്റെ പ്രിയപ്പെട്ട 2 അനിയത്തിമാർ ഒപ്പമുണ്ട്. അവരെ ഒന്ന് പറ്റിക്കാൻ വേണ്ടി ഒളിച്ചിരുന്നു. ഈ കുറ്റിക്കാട് വളരെ ചേർന്നാണ് നിൽക്കുന്നത്, റെയിൽവേ പാളത്തോട് ചേർന്ന്. ഇതേ സമയത്ത് അത് ശീഘ്ര വേഗതയിൽ കൂകിക്കൊണ്ട് ട്രെയിൻ കടന്നുപോയി. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിൻ്റെ അലംഘനീയമായ വിധി. ആ കാറ്റ് വന്ന് പതിച്ചതിൻ്റെ പേരിൽ കുട്ടി നേരെ പുറയിലോട്ട് വന്ന് വീണു. പാറക്കല്ലിൽ തലയിടിച്ചു. തലയുടെ പിൻഭാഗം പൊട്ടിപ്പിളർന്നു. ഈ ലോകത്തുനിന്ന് ആ കുട്ടി മരണപ്പെട്ടു പോയി. അബ്ദുൽ ബാസിത്ത് എന്നാണ് പൊന്നുമോൻ്റെ പേര്. 10 വയസ്സാണ്. ഞാൻ ഇന്നലെ വാഴ് കഴിഞ്ഞു 11:30 മണിക്ക് കാസർഗോഡുള്ള ബേക്കലുള്ള വീട്ടിൽ ചെന്നു. ഉപ്പ വന്നിട്ടില്ല, ഉപ്പ പ്രവാസിയാണ്, ദുബായിലാണ്. ഇന്ന് രാവിലെ അദ്ദേഹം എത്തുകയുള്ളൂ. അള്ളാഹു അദ്ദേഹത്തിന് സമാധാനം നൽകുമാറാവട്ടെ. ആ പ്രിയപ്പെട്ട പൊന്നുമോൻ്റെ മാതാപിതാക്കൾക്ക് അള്ളാഹു സമാധാനം കൊടുക്കട്ടെ. ആ പൊന്നുമോൻ അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഏത് സെക്കൻഡിലാണ്, എപ്പോഴാണ്, എവിടെ വെച്ചാണ് മരണം വരിക എന്ന് തീർച്ചപ്പെടുത്താൻ പറ്റൂല. നമ്മൾ ചിന്തിക്കും, നമ്മൾ ധാരാളം ചെയ്യുന്നുണ്ടോ, നമ്മൾ ധാരാളം അമലുകൾ ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ പോകുന്നവരാണ്, അതുകൊണ്ട് ഒരിക്കലും തന്നെ നമ്മൾ അടുത്ത കാലത്തൊന്നും വിട പറയില്ല, അല്ലെങ്കിൽ തിന്മകൾ വ്യാപൃതരായിട്ട് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഭൗതിക ആഡംബരത്തിൽ നമ്മൾ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. അടുത്ത സെക്കൻഡിലൊന്നും മരണം നമ്മളെ തേടി വരികയില്ല എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ഏത് സമയത്താണ് മരണം വരിക? അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല ദിവസത്തിൽ, നല്ല സന്ദർഭത്തിൽ, നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് 10 പേര് മരണപ്പെട്ടാലും നന്മ പറയുന്ന ഒരു രീതിയിൽ അല്ലാഹു നമ്മളുടെ മരണത്തെ ആക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളുടെ ഈ സദസ്സ് സ്വീകരിക്കുമാറാവട്ടെ. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദര സഹോദരിമാർ നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഇൽമ നമ്മൾ കേൾക്കാനാണ് വന്നിട്ടുള്ളത്, അത് നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഓരോ ആയത്തുകളും ഹദീസുകളും നമ്മൾ ഓതുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരണമെന്നുള്ളൊരു നിയ്യത്ത് നമ്മുടെ സദസ്സിലൂടെ നമ്മൾ നേടിയെടുക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ലോകത്ത് എല്ലാവരും മരിക്കും, ഒരാൾ പോലും ശാശ്വതത്വമില്ല. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുർ റഹ്മാനിലൂടെ തന്നെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് അതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകല്ലിബാൻ.
പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു ചോദിക്കാൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നു, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ എങ്ങനെയാണ് കളവാക്കുന്നത്? പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുർ റഹ്മാൻ എടുത്ത് പരിശോധിച്ചാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർക്ക് കാണാൻ സാധിക്കും, അതിൽ അടിക്കടി അള്ളാഹു ചോദിക്കുന്നുണ്ട്, ഫബി അയ്യി ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ. അള്ളാഹുവിൻ്റെ ഏത് അനുഗ്രഹത്തെയാണ് നിങ്ങൾ കളവാക്കുന്നത്? എത്ര വലിയ അനുഗ്രഹമാണ് അള്ളാഹു നമുക്ക് നൽകിയത്. ഈ ലോകത്ത് അംഗവൈകല്യം സംഭവിച്ചവരില്ലേ, കൈകാലുകൾക്ക് സ്വാധീനശക്തി നഷ്ടപ്പെട്ടവരില്ലേ, തളർവാദം പിടിച്ച് കിടക്കുന്നവരില്ലേ, നമുക്ക് ഓടാനും ചാടാനും നിവർന്നു നിന്നുകൊണ്ട് നമസ്കരിക്കാനും കണ്ണു തന്നു, കാതു തന്നു, കൈകാലുകൾ തന്നു. ഇതിനൊക്കെ സ്വാധീനശക്തി അള്ളാഹു നൽകി, കേൾവി ശക്തി നൽകി, ഹൃദയം അള്ളാഹു നൽകി, ഹൃദയവിശുദ്ധി നൽകി. ഇതൊക്കെ പടച്ച തമ്പുരാൻ നൽകുമ്പോൾ ഫബി അയ്യ ആലാഇ റബ്ബിക്കുമാ തുകദ്ദിബാൻ, അള്ളാഹു ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ ഏതു അനുഗ്രഹത്തെയാണ് നിങ്ങൾ കളവാക്കുന്നത്? ഈ ആയത്ത് ഓതുമ്പോൾ നമ്മളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ആയത്ത് ഓതുന്ന സന്ദർഭത്തിൽ നമ്മൾ ചൊല്ലേണ്ടതാകുന്ന ഒരു ദിക്ർ അവിടെയുണ്ട്. നമ്മളതിന് ജവാബ് കൊടുക്കേണ്ടതുണ്ട്. അറിയുമോ ആർക്കെങ്കിലും? ഇന്നത്തെ പഠനതായിക്കോട്ടെ, ഇന്നത്തെ സുദിനത്തിൽ നമ്മൾ പഠിക്കുന്ന ഒരു അറിവ് ഇതായിക്കോട്ടെ. ഈ ആയത്ത് ഓതുമ്പോഴത്തേക്കും വിശ്വാസിനികൾ പറയേണ്ട ഒരു പദം, വലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്. വലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, നീ അനുഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളിൽ നിന്ന് ഒന്നുപോലും ഞങ്ങൾ കളവാക്കുന്നില്ല. അല്ലാ, നിനക്കാകുന്ന സർവസ്തുതിയും അല്ലാ. എല്ലാവരും ഒന്ന് പറഞ്ഞേ, വലാ ബിശൈഇൻ മിൻ നിഅമിക, വലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദു. ഒന്നും കൂടി, വലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലകൽ ഹംദു. ഇതൊക്കെ ഒരുപക്ഷെ ആദ്യമായി കേൾക്കുന്ന ആളുകളുണ്ടാകും, ഒരുപക്ഷെ മുമ്പ് പഠിച്ച സഹോദര സഹോദരിമാരും ഉണ്ടാകും. പഠിക്കാത്തവർക്കൊരു പുതിയ പഠനം. ശ്രദ്ധിച്ചോളി. അപ്പോൾ പരിശുദ്ധമായ ഖുർആനിലുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാൻ, ഈ ലോകത്തുള്ള എല്ലാവരും മരിക്കും. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും ഇല്ലാതാകുമേ, ഈ ലോകത്തുള്ള സർവരും മരണത്തിലേക്ക് വഴുതി വീഴുമേ. കുല്ലു മൻ അലൈഹാ ഫാൻ, ഈ ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളും നശിക്കുന്നതാണ്. വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. ഒരാൾ മാത്രമാണ് ശേഷിക്കുക, അത് ഈ ലോകത്തിന്റെ തമ്പുരാനാണ്, ഈ ലോകത്തിന്റെ സർവാധിപതിയാണ്, ഈ ലോകത്തിന്റെ സംരക്ഷകനാണ്, ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനത്രേ. അള്ളാഹു ഒഴികെ ബാക്കിയുള്ള മുഴുവൻ ആളുകളും ഇല്ലാതാകും. ഇതാണ് അതിന്റെ വൽഹാസിൽ ടോട്ടൽ. അപ്പം മരണമുണ്ടാകുമെന്നുള്ള കാര്യം തീർച്ചയാണ്, അല്ലേ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഇദാ ഉദിയാത്തിൽ ജനാസതു ഫഹ്തമലഹ റിജാൽ ഖാലത്തിൽ ജനാസതു ഖദ്ദിമൂനി ഇൻ കാനത് സാലിഹതാ വഇൻ കാനത് ഗൈറഹാ ഖാലത്തിൽ ജനാസതു അഖിറൂനി. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന സംഭവം, മരണത്തെക്കുറിച്ച് പറയുന്നത് ഞാനിപ്പോൾ ഇടുന്നില്ല. അത് ധാരാളം പറഞ്ഞത് യൂട്യൂബിലൊക്കെ പ്രഭാഷണങ്ങളുണ്ട്, കാസറ്റുകളുണ്ട്, നിങ്ങളത് വാങ്ങി കേൾക്കണം. ഇല്ലെങ്കിൽ ഇന്ന് ജിയോ സിമ്മൊക്കെ ഇറങ്ങിയ കാലഘട്ടമല്ലേ, ഇഷ്ടം പോലെ കാണാനും പഠിക്കാനും ഇഷ്ടം പോലെയുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഞാനത് പറയുന്നില്ല, ശേഷമുള്ളതാണ് പറയുന്നത്. നമ്മുടെ ഖബറിലേക്കുള്ള വിഷയമാണ്. ഖബറത്തെ ഭയാനകരം, അതിലേക്ക് പോവാൻ. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കുളിപ്പിച്ചു, കഫൻ ചെയ്തു, മയ്യത്ത് കട്ടിലിലേക്ക് എടുത്തു വെച്ചു. മയ്യത്ത് കട്ടിലിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് ആ മയ്യത്തിൻ്റെ പേര് മാറുന്നത്. മരിച്ചാലുടനെ തന്നെ പേര് മാറിയല്ലോ.
ഒരാൾ മരിക്കലോടുകൂടി അദ്ദേഹത്തിൻ്റെ പേര് മാറ്റപ്പെട്ടു. അതുവരെ അബൂബക്കർ എന്ന് വിളിച്ചിരുന്നവർ, അതുവരെ ഉമർ എന്ന് വിളിച്ചിരുന്നവർ, ഉസ്മാൻ എന്ന് വിളിച്ചിരുന്നവർ, ഷംനാദ് എന്ന് വിളിച്ചിരുന്നവരൊക്കെ ഈ മരണത്തോടു കൂടി എല്ലാം കഴിഞ്ഞു. പിന്നെന്താ പറയുക? എപ്പോഴാ മയ്യത്തെടുക്കുക? മയ്യത്ത് കണ്ടോ, മയ്യത്ത് കുളിപ്പിച്ചോ എന്നാ ചോദിക്കുക. പേര് മാറി. നാട്ടിലെ വലിയ ഹാജിയാരാൻ, നാട്ടിലുള്ള വലിയ പവിത്രതയുള്ള സ്ത്രീയാണ്, വലിയ ഇബാദത്തുകൾ ചെയ്തിരുന്ന ഹജ്ജുമ്മയാണ്. പക്ഷെ പേര് മാറ്റപ്പെട്ടു, മയ്യത്തെന്നാ പിന്നെ പേര്. അതോടുകൂടി അവരുടെ സർവ്വ അധികാരവും തീരുകയാണ്. മയ്യത്ത് എപ്പോഴാണ് കുളിപ്പിക്കുക? ഇതാണ് ചോദ്യം. മയ്യത്ത് കുളിപ്പിച്ചു, കഫം ചെയ്തു, നേരെ കൊണ്ടുവന്ന് മയ്യത്ത് കട്ടിലിലേക്ക് വെച്ചാൽ പേര് വീണ്ടും മാറി ജനാസ എന്നായി. മയ്യത്ത് കട്ടിലിലേക്ക് വെച്ചാൽ പേര് മാറ്റപ്പെട്ടു ജനാസ എന്നാണ്. പിന്നെ നമ്മൾ ചോദിക്കുക എപ്പോഴാണ് ജനാസ എടുക്കുക? പിന്നെ അങ്ങനെയാണ് ചോദിക്കുക. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഇദാ വഅത്തിൽ ജനാസതു ഫഹ്തമലഹൽ ജാൽ ഖാലത്തിൽ ജനാസതു ഖദ്ദിമൂനി ഇൻ കാനത സാലിഹതാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരു വ്യക്തി മരണപ്പെട്ട് കഴിയുമ്പോൾ അവനെ കുളിപ്പിച്ച് കഫൻ ചെയ്തുകൊണ്ട് മയ്യത്ത് കട്ടിലേക്ക് എടുത്തു വെച്ച് കഴിയുമ്പോൾ ആ മയ്യത്ത് കട്ടിൽ തോളിൽ വെച്ചുകൊണ്ട് കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ജനങ്ങൾ പുറത്തേക്ക് പോവുകയാണ്. അവനെ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്, അവന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോവുകയാണ്. അവന്റെ മക്കൾ, അവന്റെ ഭാര്യ, സന്താനങ്ങളെ സർവരെയും മാറ്റി നിർത്തുകയാണ്. എല്ലാവരും തേങ്ങിക്കരയുകയാണ്, നാട് വിലപിക്കുകയാണ്, നാട്ടുകാരെ പൊട്ടിക്കരയുകയാണ്. ആ മയ്യത്തിനെ ചുമന്നുകൊണ്ട് പോകുമ്പോ ആ ജനാസയെ തോളിലെടുത്ത് വെച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട മക്കൾ, കുടുംബാദികൾ പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോകുമ്പോ ആ മയ്യത്തെ കട്ടിൽ വിളിച്ചു പറയുമത്രേ, ഖദ്ദിമോനി ഖദ്ദിമോനി, എന്നെയൊന്ന് മുന്തിക്കണേ, എത്രയും പെട്ടെന്ന് എന്നെ ഖബറിലേക്ക് കൊണ്ടുപോകണേ. ആരുടെ മണ്ണിന്റെ ഇരുട്ടയിലേക്ക് എന്നെ നിങ്ങൾ എത്രയും വേഗം കൊണ്ടുപോയി വെക്കണേ. ഏത് മയ്യത്തിനാണ് ഇങ്ങനെ പറയാൻ സാധിക്കുക? അല്ലാഹുവിന്റെ റസൂൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഇൻകാനത സാലിഹതാ, ഇൻകാനത സാലിഹതാ. ആ മയ്യത്ത് സാലിഹായ വ്യക്തിയുടേതാണ് എങ്കിൽ, അഥവാ ജീവിതത്തിൽ നമസ്കാരം നിലനിർത്തിയവനാണ്, നോമ്പുകൾ കൃത്യമായി പിടിച്ചു വീട്ടിയവനാണ്, പാവങ്ങളെ സഹായിച്ചവനാണ്, നിരാലംബര കവലംബമായവനാണ്, നിരാശ്രയർക്ക് ആശ്രയത്വം കൊടുത്തവനാ, അള്ളാന്റെ ദീനിന്റെ സംരംഭങ്ങളെ സഹായിച്ചവനാണ്, സകാത്ത് കൊടുത്തവനാണ്, പരിശുദ്ധമായ കാബയുടെ കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ സൗഭാഗ്യം കിട്ടിയിട്ടുള്ള ഉമ്മയാ. പാതിരാത്രി സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഓതിയിട്ടുള്ളതാകുന്ന സഹോദരനാണ്. ഇൻകാനത സാലിഹതാ, ആ മയ്യത്ത് സാലിഹായ വ്യക്തിയുടേതാണെങ്കിൽ, അഥവാ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ സുഹൃതം ചെയ്തിട്ടുള്ള മയ്യത്താണ് എങ്കിൽ ആ ജനാസ വിളിച്ചു പറയുമത്രേ, ഖദ്ദിമോനി ഖദ്ദിമോനി, എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ കൊണ്ടുപോകണേ, ഖബറിലേക്ക് കൊണ്ടുപോകണേ, വെച്ച് താമസിപ്പിക്കല്ലേ എന്ന് ആ മയ്യത്ത് പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എന്തിനാ അങ്ങനെ പറയുന്നത്? ആ മയ്യത്തിനറിയാം ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോൾ തനിക്ക് കിട്ടുന്ന അനുഭൂതികളും ആസ്വാദനങ്ങളും എന്തൊക്കെയാണെന്ന് അവർക്ക് തിരിച്ചറിയാം. അവർക്കറിയാം. കാരണം അവർ ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഖുർആൻ ഓതിയിട്ടുണ്ട്, അവർ ജീവിതത്തിൽ നമസ്കാരം നിലനിർത്തിയിട്ടുണ്ട്, ഇബാദത്തുകൾ അനുഷ്ഠിച്ചവരാണ്, ദിക്റുകൾ കോടാനുകോടി ചൊല്ലിത്തീർത്തവരാണ്, സ്വലാത്തുകൾ, നമസ്കാരങ്ങൾ, സ്വലാത്തുകൾ ചൊല്ലിയവരാണ്, അള്ളാന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് മൗലിദുകൾ പാരായണം ചെയ്തവരാണ്, ആ മാസങ്ങളെ വല്ലാതെ ബഹുമാനിച്ചവരാണ്, ആദരിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവർ പറയും, ഖദ്ദിമൂനി, അള്ളാഹ് എന്നെ ഒന്ന് മുന്തിക്കണേ ജനങ്ങളെ എന്ന് വിളിച്ചു പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. പക്ഷെ നമ്മൾ കേൾക്കൂല. അള്ളാന്റെ റസൂല് പറയുന്നു, ഈ കൊണ്ടുപോകുന്ന ജനങ്ങൾ അത് കേൾക്കൂല. വലൗ സമിഅൽ ഇൻസാനു ലസഅഖാ, മനുഷ്യ ജിന്നുവർഗം ആ ശബ്ദം കേൾക്കുന്നതല്ല, ആ ശബ്ദമെങ്ങാനും അവർ കേട്ടിരുന്നെങ്കിൽ ബോധരഹിതരായി വീണുപോനെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശരിയല്ലേ? മരിച്ചു കിടക്കുന്ന മയ്യത്ത് എഴുന്നേറ്റ് നിന്നിട്ട് പറയടാ വേഗം കൊണ്ടുപോടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധം പോയി സകലം മയ്യത്തോടിട്ടിട്ട് ഇറങ്ങി ഓടും ആൾക്കാർ. അതുകൊണ്ടെന്നാണ്
അവർക്കിത് കേൾക്കാനുള്ള ശബ്ദം അള്ളാഹു കൊടുക്കൂല, ഇതവരെ കേൾപ്പിക്കൂല. മറിച്ച് ജനാസ ആ മയ്യത്ത് കട്ടിൽ ഇങ്ങനെ പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വിശ്വസിച്ചാൽ മതിയാവോ? കാരണം ഇതാര് പറയുന്നതാണ്? അള്ളാഹിൻ്റെ റസൂല് പഠിപ്പിക്കാൻ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ആ മയ്യത്ത് കട്ടിൽ ഇങ്ങനെ വിളിച്ചു പറയും. ഉമ്മയുടെയും പറയും, സഹോദരങ്ങളുടെയും പറയും, കുട്ടികളുടെയും പറയും, എല്ലാവരുടെയും പറയും. അതാണ് ഇനി പഠിക്കേണ്ടത്. ഖബറിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഭാഗമാണ് ശരിക്കും നമ്മൾ പഠിക്കേണ്ടത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വൈൻകാന ത്വയ്റഹാ, ആ ജനാസ മോശപ്പെട്ടതാകുന്ന വ്യക്തിയുടേതാണെങ്കിൽ, അഥവാ നമസ്കാരമില്ല, നോമ്പില്ല, സക്കാത്തില്ല, ഹജ്ജ് തന്റെ ജീവിതത്തിൽ ചെയ്യാൻ പണമുള്ളവനാണ്, പവറുള്ളവനാണ്, വഴിയാലും മുതലാലും കഴിവുള്ളവനാണ്. പക്ഷെ അവൻ അതിനിതുവരെ തുനിഞ്ഞിട്ടില്ല, പോയിട്ടില്ല. 60-ഉം 70-ഉം വയസ്സ് വരെ അടിച്ചു പൊളിച്ച് രസിച്ചവനാണ്. കല്ല് കൊണ്ട് നടന്നവനാണ്, സിഗരറ്റ് വലിച്ചുകൊണ്ട് നടന്നവനാണ്, മദ്യം കുടിച്ചുകൊണ്ട് നടന്നവനാണ്, തന്റെ കൂട്ടുകാരുമൊത്ത് സിനിമ ടാക്കീസിലേക്ക് പോയവനാ, തിയേറ്ററിലേക്ക് പോയവനാണ്, അശ്ലീലമാക്കപ്പെട്ട സിനിമാ ഗാനങ്ങൾ കേട്ടുകൊണ്ട് രാത്രിയുടെ യാമങ്ങൾ കടന്നുറങ്ങിയവനാണ്. എത്രയോ ചെറുപ്പക്കാരുണ്ട്, എത്രയോ ചെറുപ്പക്കാരുകളുണ്ട്. ഒന്ന് ചിന്തിക്കണേ, ചാവക്കാടുള്ള മാട്ടുമ്മലുള്ള സഹോദര സഹോദരി, അവർ ബസ്സിൽ യാത്ര ചെയ്താലും ട്രെയിനിൽ യാത്ര ചെയ്താലും അവരുടെ കാതിൽ ഹെഡ്സെറ്റാണ്. സിനിമ പാട്ടുകൾ കേൾക്കുകയല്ലയോ? രാത്രിയിൽ ഉറങ്ങുന്ന വേളയിൽ പരിശുദ്ധമായ ഖുർആൻ കേൾക്കുന്നില്ല. കാതില്ലതായപ്പോഴും മന്ത്രിക്കുന്നത് സിനിമാ പാട്ടാണ്, സിനിമാ പാട്ടാണ്. നഊദു ബില്ലാഹ്. എന്ത് വലിയ മോശമാണ്, എന്ത് വലിയ മോശമാണ്. ആ ജനാസ വിളിച്ചു പറയുമത്രേ, അഖ്റൂനി അഖ്റൂനി, എന്നെ പിന്തിക്കണേ, പിന്തിക്കണേ. കാരണം ആ ജനാസക്കറിയ ആരുടെ മണ്ണിന്റെ ഇരുട്ടറയിലേക്ക് തന്നെ കൊണ്ടുപോയി വെച്ചു കഴിഞ്ഞാൽ തന്റെ ജീവിതത്തിൽ ഒരു പാപത്തിന് സഹായിച്ചിട്ടില്ല, ഒരാൾക്ക് പോലും ഒരു സ്വതക്ക പോലും കൊടുത്തിട്ടില്ല. സ്വതക്കകൾ ആരെങ്കിലും കൊടുക്കുന്നത് തന്നെ കണ്ടാൽ അത് ചെയ്യരുത് എന്ന് പറയുന്ന സ്വഭാവമാണ് തനിക്കുള്ളത്, തനിക്കുള്ളത്. അതുകൊണ്ട് ഖബറിലേക്ക് ചെന്നു കഴിഞ്ഞാൽ എനിക്ക് വല്ലാത്ത അദാബാണ്, ശിക്ഷയാണ്. ചോദ്യം കൊണ്ട് എന്നെ ബുദ്ധിമുട്ടിക്കലാണ്, അടങ്ങേറാക്കലാണ്. ഇത് മനസ്സിലാക്കുന്ന സഹോദര സഹോദരി വിളിച്ചു പറയുമത്രേ, വിളിച്ചു പറയുമത്രേ, അഖ്റൂനി അഖ്റൂനി, എന്നെ ഒന്ന് പിന്തിക്കണേ, എന്നെ കൊണ്ടുപോകരുത് എന്ന് ആ ജനാസ പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. എന്ത് വേണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകാൻ? എന്ത് വേണം? ഇപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് മനസ്സിലായി എന്ത് വേണം? നന്മകൾ കൊണ്ടുപോകണം, സുഹൃതം ചെയ്യണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനിയും മാറാൻ നമുക്ക് സമയമുണ്ട്. 60 വയസ്സുള്ളവരും ഖേദിക്കണ്ട, 90 വയസ്സുള്ളവരും ഖേദിക്കണ്ട, 20-25 വയസ്സെത്തിയ ചെറുപ്പക്കാരും ചിന്തിക്കണ്ട, അള്ളാഹു ഇനി ഞാനൊരുപാട് പാപം ചെയ്തു പോയി, ഇനി എനിക്ക് അള്ളാഹു പുറത്തരുവില്ല. ഒരിക്കലും വേണ്ട. അള്ളാഹു തവ്വാബാൻ, റഹ്മാനാൻ, റഹീമാൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല വദൂദാൻ, അവൻ്റെ അടിമകളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരാണ്, വല്ലാതെ പുറത്തു കൊടുക്കുന്നവനാണ്. ഗഫൂറാൻ, വഹുവൽ ഗഫൂറുൽ വദൂദ് ദുൽ അർശിൽ മജീദ്. വല്ലാതെ പുറത്തു കൊടുക്കുന്നവനാണ് അള്ളാഹു, വല്ലാതെ അടിമകളോട് ഇഷ്ടം വെക്കുന്നവനാണ് അള്ളാഹു. അള്ളാഹു നമ്മളെ അവൻ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്ത് വേണം? നമ്മൾ ഒന്ന് നന്നാവാൻ നിയ്യത്ത് വെക്കണം. ഇൻഷാ അല്ലാഹ് നിയ്യത്ത് വെക്കുക. ഇൻഷാ അല്ലാഹ് ഉറക്കെ പറയും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളെയൊക്കെ അവൻ ഇഷ്ടപ്പെട്ട സ്വാലിഹീങ്ങളിലും ആബിദീങ്ങളിലും ഹാഫിളീങ്ങളിലും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, എല്ലാ ജാടയും അഹങ്കാരവും ഒക്കെ തീരും ഈ ലോകത്തുനിന്ന് വിട പറയുന്നതോടുകൂടി. ഒക്കെ തീരാൻ പോവാൻ, അസ്തമിക്കാൻ പോവാൻ, അടുത്ത സെക്കൻഡിന് മരിക്കാൻ, ഖബറിലേക്ക് കൊണ്ടുപോയി വെക്കാൻ. എന്താണ് ഖബറ്? എന്താണ് ഖബറ്? സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു സംഭവമാണ്. നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട മകളാകുന്ന സൈനബ ബീബിയെ കൊണ്ടുപോയി ഖബറടക്കുകയാണ്. ഖബറടക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബറിന്റെ സമീപത്തിരുന്നുകൊണ്ട് കണ്ണീർ വാർക്കുകയാണ്, പൊട്ടിക്കരയാണ്. നബി തങ്ങൾ ഇരുന്ന് കരയുകയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ കരയുന്നത് കണ്ടപ്പോൾ സ്വഹാബത്തിന് വല്ലാത്ത വിഷമം. സ്വഹാബത്തും കരയാൻ തുടങ്ങി, എല്ലാവരും കരച്ചിലായി.
ഒരു സഹാബി എഴുന്നേറ്റ് നിന്നുകൊണ്ട് നബിയോട് ചോദിച്ചു, മാ യുബ്കിക യാ റസൂലല്ലാഹ്, നബിയെ എന്തിനാണ് തങ്ങളിങ്ങനെ കരയുന്നത്? എന്തിനാ തങ്ങൾ ഇങ്ങനെ കരയുന്നത്? നമ്മൾ കണ്ടിട്ടില്ല. എന്തിനാണ് അവിടുന്ന് ഇത്ര വിഷമിക്കുന്നത്? നമ്മൾ കരയുന്നത് പോലെ വാവിട്ട് നിലവിളിക്കുകയോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ മയ്യത്ത് വീട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ നെഞ്ചത്തടിച്ച് കീറി, മാക്സി വലിച്ചു കീറിയിട്ട് നെഞ്ചത്തടിച്ച് കീറി, അതൊന്നുമല്ല. ആ ഒരു കരച്ചിലായിട്ട് ആരും മനസ്സിലാക്കരുത്. അത് ഇസ്ലാമിന് പുറത്താൻ നഊദു ബില്ലാഹി, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ലൈസ മിന്നാ മൻ ശഖൽ ജുദൂദ വശഖൽ ജുയൂബ് സയ്യിദുനാ റസൂലുള്ളാഹി. പോക്കറ്റ് വലിച്ചു കീറുക, ഷർട്ട് വലിച്ചു കീറുക, നെഞ്ചത്തടിക്കുക, അത്തരത്തിൽ വളറബൽ ഹുദൂദ്, കവളത്തടിക്കുക, അത്തരത്തിലുള്ള ആളുകൾ എന്നിൽ പെട്ടവനല്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. മരണവാർത്ത കേട്ടാൽ ഉടനെ ഭയങ്കര കരച്ചിലും ബഹളവും. മയ്യത്തം കൊണ്ട് എടുക്കുമ്പോൾ ഇല്ലെങ്കിൽ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും വരുമ്പോൾ ഒരു സെപ്പറേറ്റ് ഒരു കരച്ചിൽ, ഓ എനിക്ക് പോയേടി എന്നും പറഞ്ഞ്. ഇവരെ കാണുമ്പോൾ ഒരു കരച്ചിൽ. ശരിയല്ലേ? ഞാൻ വെറുതെ പറയല്ല. ഇന്നത്തെ സമൂഹത്തിൽ നടക്കുക ഇതൊക്കെ സിനിമയിൽ നിന്നും സീരിയലിൽ നിന്നും സഹോദരിമാർ കടമെടുത്ത് ജീവിതത്തിൽ കൊണ്ടുവന്നിരിക്കാൻ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതൊക്കെ ഒരു അഭിനയമാക്കി കൊണ്ടുവരാൻ. ഒന്ന് ചിന്തിച്ച്, ആഖിറത്തെപ്പറ്റി ചിന്തിച്ച്, എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് പോകുന്നത്, ഇന്നലെ വരെ എന്നോടൊപ്പമുള്ള പ്രിയപ്പെട്ട ഭർത്താവ്, അല്ലെങ്കിൽ ഇന്നലെ വരെ എന്നോടൊപ്പം കൂടെ കിടന്ന പ്രിയപ്പെട്ട ഭാര്യ, എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ, അവള് പോകുന്നത് 6 അടി മണ്ണിന്റെ ഇരുട്ടറയിലാണല്ലോ, ഖബറിലേക്കാണല്ലോ. ഇന്നലെ വരെ ഈ ഭൂമുഖത്ത് ജീവിച്ചിരുന്നവരായിരുന്നല്ലോ, ഇന്ന് 6 അടി മണ്ണിന്റെ ഇരുട്ടറയിൽ ഒറ്റയ്ക്ക് പോയി കടക്കേണ്ട അവസ്ഥയാണല്ലോ. അല്ലാഹ് അത് ഓർത്തുകൊണ്ട് പൊട്ടിക്കരയാണെങ്കിലും ഒക്കെ അതല്ല മനുഷ്യന്റെ കരച്ചിൽ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബത്തും ഒക്കെ കരയുന്നത് ആ നിലയ്ക്കാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു പോയി, മാ യുബ്കിക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ എന്തിനാണ് കരയുന്നത് നബിയേ, എന്തിനാണ് അവിടുന്ന് വിഷമിക്കുന്നത് നബിയേ എന്ന് ഹബീബായ നബി തങ്ങളോട് സഹാബത്ത് ചോദിക്കുമ്പോ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി കൊടുത്തു അത്രേ, സഹാബാ ലഖദ് സമിഅതു ലഗതതൻ മിനൽ ഖബർ, ഖബർ എടുക്കുന്ന ശബ്ദം, ഖബർ ഞെരുക്കുന്ന ശബ്ദം ഞാൻ എൻ്റെ കർണപുടം കൊണ്ട് കേട്ടുപോയി സഹാബാ എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഖബർ ഇങ്ങോട്ട് കൂട്ടിയെടുക്കുന്ന ശബ്ദം ഞാൻ കേട്ടുപോയെന്ന് ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെക്കുറിച്ചാണ് ഈ പറയുന്നത്? നബിതങ്ങളുടെ മകൾ, ആരുടെ? സൈനബ ബീവി. നല്ലതുപോലെ ശ്രദ്ധിക്കുക. ഖബർ നിസ്സാരമല്ല. ആ ഖബറിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകളാകുന്ന സൈനബ ബീവിയെ കൊണ്ടുവന്ന് ഖബറിൽ വെച്ചിട്ട് ഖബറിന്റെ സമീപത്തിരുന്നുകൊണ്ട് ഖബറെല്ലാം അടക്കിയതിന് ശേഷം നബിതങ്ങൾ ഇങ്ങനെ കരയുകയാണ്. കണ്ണീരിങ്ങനെ ധാരധാരയെ ഒഴുകുകയാണ്. സഹാബത്ത് ചോദിച്ച്, എന്തിനാണ് കരയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, ലഖദ് സമിഅതു ലഗതതൻ മിനൽ ഖബർ, ഈ ഖബർ എടുക്കുന്ന ശബ്ദം ഞാൻ എന്നെ കർണപുടം കൊണ്ട് കേട്ടുപോയി സഹാബാ. വഖല്ലാഹു റസൂൽ പറയുകയാണ്, സമിഅ സൗതഹാ മാ ബൈനൽ ഖാഫിഖൈൻ, കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും ചക്രവാളങ്ങളെ ഭേദിക്കുമാറുള്ള അതിഭക്തമായ ഭയാനകമായ ശബ്ദമായിരുന്നു സഹാബാതെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വല്ലാത്തൊരു ശബ്ദമായിരുന്നു അത് സയ്യിദുനാ റസൂലുള്ളാഹി. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് പറയുമ്പോൾ സ്വഹാബത്ത് ഇത് കേട്ടിട്ട് നല്ല കരച്ചിലായി, എല്ലാവരും ശക്തിയായി കരയുകയാണ്. ഒരാൾ എഴുന്നേറ്റ് വീണ്ടും ചോദിച്ചു, നബിയേ അൽ ഖാസിമുൻ ഹകയാ യാ റസൂലല്ലാഹ്, അവിടുത്തെ മൂത്ത മകനാകുന്ന കാസിമിനെയും ഇതുപോലെ ഖബറിടുക്കിയിരുന്നു നബിയെ എന്ന് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ ഹബീബായ നബി തങ്ങൾ പറയുകയാ, നാം യാ സഹാബ വലൽ ഇബ്രാഹീം അല്ലദീ അസ്ഗറ മിൻഹു വലൽ ഇബ്രാഹീം അല്ലദീ അസ്ഗറ മിൻഹു, ഇതിനേക്കാൾ ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയ എന്റെ പ്രിയപ്പെട്ട ഇബ്രാഹിം എന്ന പൊന്നുമകനെ പോലും ഖബർ വെറുതെ വിട്ടില്ല സാബ. സൈനബ ബീവിയെ ഖബറിടുക്കിയതുപോലെ എന്റെ പ്രിയപ്പെട്ട മക്കളാകുന്ന കാസിമിനെയും എന്റെ ഇളയ മകനാകുന്ന ഇബ്രാഹിമിനെ പോലും ഖബറിടുക്കി കളഞ്ഞു സാബ എന്ന് ഹബീബായ റസൂലുള്ളാഹി. മാട്ടുമ്മലുള്ള പ്രിയപ്പെട്ട പെണ്ണേ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ സോദര, ഒന്ന് ചിന്തിക്കാൻ
ചിന്തിക്കണേ. നീ പാതിരാത്രി സമയം അശ്ലീലമാക്കപ്പെട്ട സിനിമകളും സിനിമാ ഗാനങ്ങളും കേട്ടുകൊണ്ട് സമയങ്ങളെ ചെലവഴിക്കുമ്പോ നിന്റെ ആക്കിപത്ത് ഏത് രീതിയാണ്? ഖബറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏതവസ്ഥയാണ്? അല്ലാഹുവേ, പടച്ചറബേ, ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാ. ഞങ്ങളെ തൗബ നീ സ്വീകരിക്കണേ അല്ലാ. മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞ് ഇശയുടെയും ഇശ കഴിഞ്ഞ് പാതിരാത്രി സമയം വരെയും സീരിയല് കണ്ടുകൊണ്ടിരിക്കുന്ന പെങ്ങളെ എങ്ങനെയാണ് ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക? ഇക്കഴിഞ്ഞ ദിവസം വല്ലാതെ വൈറലായ ഒരു വീഡിയോ നമ്മൾ കണ്ടില്ലയോ? അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞു കൊടുത്തതായ പാവപ്പെട്ടതാകുന്ന ഉലമാക്കളെ കളിയാക്കുന്ന രീതിയിൽ ഒരു പെണ്ണതാ 1.5 വയസ്സുള്ള പിഞ്ചോമന മകളെ തൊട്ടിലിട്ടുകൊണ്ട് പാട്ടുപാടി കൊടുക്കുകയാണ്. ജിമിക്കി കമ്മലിന്റെ പാട്ടുപാടി കുട്ടിക്ക് കൊടുക്കുകയാണ്. രണ്ടുപേര് ആ പാട്ട് നിർത്തിയതിനു ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ കലിമ ചൊല്ലിക്കൊണ്ട് ആ പൊന്നുമോളെ ഉറക്കാൻ നോക്കുമ്പോ ആ കുഞ്ഞു ഉറങ്ങുന്നില്ല. എന്ത് പറ്റി? ആ കുഞ്ഞിനോട് ചോദിക്കുകയാണ് ഉമ്മ. ലൈവായ വീഡിയോയാണ്. ഉമ്മയുടെ കയ്യിൽ തന്നെ മൊബൈൽ ഫോൺ പിടിച്ചുകൊണ്ട് ലൈവ് ചെയ്യുകയാണ്. ഫേസ്ബുക്ക് ലൈവാണ്. ഉമ്മയതാ കുട്ടിയോട് ചോദിക്കുമ്പോ 1.5 വയസ്സ് പ്രായമുള്ള പൊന്നുമോന് പറയുകയാണ്, എനിക്ക് ഈ പാട്ട് വേണ്ട, എനിക്ക് വേണ്ടത് ജിമിക്കി കമ്മലാണ്. എവിടെയാണ് എത്തിയിരിക്കുന്നത്? തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി പോലും എനിക്ക് ജിമിക്കി കമ്മലിന്റെ പാട്ട് വേണമെന്ന് ലോകത്തോട് ഉച്ചസ്വരം പ്രഖ്യാപിക്കുന്ന നിലയിലേക്ക് മാതാപിതാക്കൾ ഗർഭിണിയായിരിക്കുന്ന സന്ദർഭത്തിൽ പോലും 4 മാസം കുട്ടി ഗർഭം ധരിക്കുന്ന സന്ദർഭത്തിൽ ആ കുട്ടിയുടെ ശരീരത്തിലേക്ക് അല്ലാഹു ആത്മാവിനെ ഊതുകയാണ്. ആ സമയം മുതൽ ഉമ്മ കേൾക്കുന്നത് സിനിമാ പാട്ടാണ്. സീരിയലിന്റെ ലോകത്താണ്, സിനിമയുടെ ലോകത്താണ്. അതുകൊണ്ട് തന്നെയാണ് ആ കുട്ടിയതാ ജന്മം കൊണ്ടുകൊണ്ട് ഈ ഭൂമുഖത്തേക്ക് കടന്നു വരുമ്പോഴും ആ കുട്ടി പറയുന്നത്, എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് വേണ്ട, എനിക്ക് താരാട്ട് വേണ്ട, എനിക്ക് റസൂലുള്ളാഹിയുടെ വചനം കേൾക്കേണ്ടതില്ല, എനിക്ക് വേണ്ടത് ജിമിക്കി കമ്മലാണ് എന്ന് ഒരു പിഞ്ചോമന കുട്ടി പോലും നിഷ്കളങ്കയായി ലോകത്തോട് പറയുമ്പോ സമൂഹമേ ലജ്ജിക്കണേ. എവിടെയാണ് പ്രിയപ്പെട്ട പെങ്ങളെ നിന്റെ അവസ്ഥ? എവിടെയാണ്? എങ്ങനെയാണ് പറയാതിരിക്കാൻ കഴിയുക? എല്ലാ ബാലിന്യ സദസ്സിലും ഞങ്ങളെയാണല്ലോ ഉസ്താദുമാര് കുറ്റപ്പെടുത്തുന്നത് എന്ന് സ്ത്രീകൾക്ക് പറയാനുള്ള ഭാഷമാ. പക്ഷെ പറയാതിരിക്കുന്നത് എങ്ങനെയാണ്? തോന്നിവാസങ്ങൾ കൂടി വരികയല്ലോ, സമൂഹത്തിൽ അക്രമമല്ലയോ, സമൂഹത്തിൽ വ്യഭിചാരവും ആഭിചാരക്രിയയും കടന്നു വരികയല്ലയോ? എവിടെയും സ്ത്രീകളുടെ അതിപ്രസരമാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് ശരിയാണ്. കത്തിജ്വലിക്കുന്ന നരകത്തെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയിട്ടുണ്ട് സാബ. ആ കത്തിജ്വലിക്കുന്ന നരകത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ണുകൊണ്ട് കണ്ടത് പാവപ്പെട്ട സ്ത്രീവർഗത്തെയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. തൗബ ചെയ്യണേ പെങ്ങളെ, സീരിയലിന്റെ ലോകത്ത് നിന്ന് മാറി ചിന്തിക്കണേ. പരിശുദ്ധ ഖുർആൻ കേൾക്കാൻ തയ്യാറാവണേ. വിക്റ് ചൊല്ലുന്ന നാവായിട്ട് മാറണേ. പാവങ്ങളെ സഹായിക്കുന്നവരാവണേ. ഇബാദത്തുകളിലേക്ക് ആർജവം വെക്കണേ. ഇല്ലെങ്കിൽ ആക്കിബത്ത് മോശമാണ്. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന സന്ദർഭം മോശമാണ്. ആരടി മണ്ണിന്റെ ഇരുട്ടറയിലേക്ക് കൊണ്ടുപോയി വെക്കുമ്പോ ഇന്നലിൽ ഖബരി ലലഗതത, ഖബർ അങ്ങോട്ട് എടുക്കും. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇവിടെ നീ ദുനിയാവിൽ നല്ല പാട്ടൊക്കെ പാടി ജിമിക്കി കമ്മലൊക്കെ പാടി അങ്ങോട്ട് ചെല്ലുമ്പോൾ നല്ല രസമായിരിക്കും. അവിടെ വേറെ കമ്മലിട്ട് തരും, തീനാലുള്ള കമ്മൽ. നോക്കട്, അത് ഇട്ടുകൊണ്ട് ഓടാം. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ വെറുതെ പറയും. കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ വൈറലായ ഒരു വീഡിയോ ക്ലിപ്പിൻ്റെ കാര്യമായി പറഞ്ഞത്. നിങ്ങൾ കേട്ടില്ലേ സാഹിബേ? നീ കേട്ടില്ലായിരുന്നോ? കേട്ടു. അതാ പറഞ്ഞത്, ചെറുപ്പക്കാരൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ ഇന്നത്തെ കാലഘട്ടം എവിടെയാണ് പോക്ക്? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെ അള്ളാഹു സാലിഹ്യങ്ങളിൽ ആബിദീങ്ങൾ ഉൾപ്പെടുത്തട്ടെ. എന്നാൽ പഴയ കാലഘട്ടത്തിൽ കുട്ടികൾ വാപ്പ അടിച്ചു, ഉമ്മ അടിച്ചു, എല്ലാവരും ദേഷ്യപ്പെട്ടു. അവസാനം ആരെങ്കിലും ഒരാൾ തോളത്തെടുത്ത് കടത്തിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതങ്ങോട്ട് ചൊല്ലിക്കൊടുത്ത കുട്ടിയും കൊണ്ട് ഉറങ്ങും.
ഇന്നിപ്പോൾ ആ കുട്ടി ഉറങ്ങുന്നില്ല. കുട്ടിക്ക് എന്ത് കിട്ടിയാൽ മതി, വേണ്ട ഇങ്ങനെ കുട്ടി പറയുന്നത്. അതുകൊണ്ട് ഉമ്മ വയ്ക്കുക ഏതാ വേണ്ട, ജിമിക്കി കമ്മലാണ് വേണ്ടത്. അപ്പോൾ കുട്ടി വേണ്ട, കുട്ടിക്ക് ജിമിക്കി കമ്മൽ അച്ഛൻ കട്ടുകൊണ്ട് പോയി എന്ന് പറഞ്ഞ് ഉമ്മ കുലുക്കി കൊണ്ട് കൊടുക്കുക. അതുകൊണ്ട് കുട്ടി ശാന്തമായി കിടക്കും. അപ്പോൾ ഉമ്മ വീണ്ടും രണ്ടുപേരും നിർത്തിയിട്ട് ഉമ്മ ലോകത്തിന് കാണിച്ചു കൊടുക്കുക, എൻ്റെ മോളെ വിവരം കാണിച്ചു കൊടുക്കുക. വിവരക്കാടല്ലേ അല്ല എന്തത്. എന്നിട്ട് ഉമ്മ രണ്ടുപേരും പിന്നെ എന്ത് ചെയ്യും, അടുത്ത വേറെ പാട്ട് പാടും. അത് രണ്ടുപേരും ചൊല്ലിയ ശേഷം കുട്ടി ഉടനെ വീണ്ടും ഭയങ്കര കരച്ചിലും അവിടെ അങ്ങനെ കരയും. അതുകൊണ്ട് എന്താ വേണ്ട, എന്താ മോനെ വേണ്ട, അപ്പോൾ മറ്റേത് മതി. അതുകൊണ്ട് ഉമ്മ വയ്ക്കുക ഏതാ വേണ്ട, ജിമിക്കി കമ്മലാണ്. ഇതാ കളി. സംസാരിക്കാൻ പോലും വയ്യ. എങ്കിലും ഉള്ള ആംഗ്യ ഭാഷ ഉണ്ടെങ്കിലും കുഞ്ഞ്. കാരണം എന്താ, കുട്ടിക്ക് അതൊരു രസം. ഉമ്മ കുലിക്കുന്നത് എന്നെ വേണ്ട ജിമിക്കി കമ്മൽ, കൊള്ളാം അല്ല, കൊല്ലാൻ പോകും കൊച്ചിന്, നല്ല രസം. ഇത് നല്ല രസം. മറ്റേത് ആയിരം എന്ന് പറയുമ്പോൾ ആയിരം ഇതൊരു രസമില്ല. മറ്റേത് നല്ല കുലുക്ക, നല്ല രസമാണ്. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ വെറുതെ ഒരു തമാശക്ക് പറയില്ല, ഇതൊക്കെ ഗൗരവത്തിലെടുക്കണം. നമ്മുടെ ഭാര്യമാർ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരൊക്കെ മോശപ്പെട്ട തലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ. ഇതൊക്കെ പറയുമ്പോഴും അവർ ചിന്തിക്കും ഈ മുസ്ലിയാർ വരഞ്ചനാണ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇന്നത്തെ സമൂഹം മാറുകയാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. കുട്ടികൾക്ക് ആദ്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്താണെന്നറിയോ? ഇതൊക്കെ പഠിക്കണം. ഇതൊക്കെ പ്രിയപ്പെട്ട ഉമ്മമാർ പഠിക്കണം. ആദ്യമായി ഒരു കുട്ടി വകതിരിവെത്തിക്കഴിഞ്ഞാൽ ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്താ? ഫതുഹുൽ മുഈൻ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നുണ്ട്. ഷാഫി മദ്ഹബിലെ പ്രബല ഗ്രന്ഥമാണല്ലോ ഏത്? ഫതുഹുൽ മുഈൻ. മാഹിയിലടങ്ങിയിരിക്കുന്ന ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാഹ് പറയുന്നു, ആദ്യമായി കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മുഹമ്മദുർ റസൂലുള്ളാഹി. ഉറക്കെ പറയും. ഇതിനെ ഇങ്ങനെ ഈ പറച്ചിൽ കൊണ്ട് തന്നെ ഈ കോലത്തിലോട്ട് എത്തിയത്. അള്ളാഹു ആക്കട്ടെ, അള്ളാഹു ആക്കട്ടെ. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ്. നമുക്കൊരു നബിയുണ്ട്, ആ നബിയുടെ പേര് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നബി മക്കയിൽ ജനിച്ചു, മദീനയിൽ വഫാത്തായി. ആ മദീനയിലാണ് അദ്ദേഹത്തിൻ്റെ ഖബറുള്ളത്. ഇതാണ് കുട്ടികൾക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്ന് ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാഹ്. അല്ലാതെ രോഹിത് ശർമ്മയുടെ പേരല്ല, വിരാട് കോഹ്ലിയുടെ പേരോ ഇതൊന്നും അല്ല മക്കൾക്ക് ആദ്യം പഠിപ്പിക്കേണ്ടത്. മനസ്സിലാകുന്നുണ്ടോ? ഇത് മക്കളെ ഡാൻസ് ചെയ്യാൻ പഠിപ്പിക്കുക. 10 പേര് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ പറയും മോളെ അടി ഡാൻസ് ചെയ്ത്. ഒന്നവൾ ഷർട്ടും ഊരൊക്കെ ഊരിയിട്ടിട്ട്, കാരണം ഷർട്ട് ഊരിയിടണം, മുട്ടുവരെയുള്ള ഡിസ്കോ ഇതല്ലേ, എന്നല്ലേ ബ്രേക്ക് കളിക്കാൻ പറ്റൂ. 2 സ്റ്റെപ്പ് കാണിച്ചു കൊടുക്കുകയാണ്. ജിമിക്കി കമ്മലിനെ 2 സ്റ്റെപ്പ് അങ്ങോട്ട് കാണിച്ചു കൊടുക്കുമ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷം. ഹാപ്പി ബർത്ത്ഡേ ടു യു, നമ്മൾ റാഹത്ത്, വലിയ സന്തോഷമായി കുടുംബക്കാർക്ക് നാട്ടുകാർക്കൊക്കെ. കാരണം ഭയങ്കര വിവരമുള്ള കുട്ടിയായി വന്ന് നരകത്തിൽ പോയി തുള്ളാനല്ല ഓടാൻ പോവാണ് ഈ ഐറ്റം കാണിച്ചിട്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. ഞാൻ വെറുതെ പറയുന്നതല്ല, ഇന്നത്തെ സമൂഹത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ അരാജകത്വമാണത്, ഏറ്റവും വലിയ വിവരമില്ലായ്മയാണ്. എന്നാൽ 10 പേര് കൂടുമ്പോൾ സ്വന്തം മക്കളെ വിളിച്ചിട്ട് ഉസ്താദേ ഇതാ എൻ്റെ മോളാണിത്, മോളുടെ പേര് ആയിഷ എന്നാ, അവിടെ നല്ലപോലെ ഫാത്തിഹ ഓതും. അപ്പോൾ അൽഹംദുലില്ലാ ഒന്ന് കേൾക്കട്ടെ. ഉടനെ ഫാത്തിഹ സൂറത്ത് കുട്ടി ഓതുകയാണ് 10 പേരുടെ മുന്നിൽ. ഓതി പൂർത്തിയാക്കുമ്പോൾ അൽഹംദുലില്ലാ വലിയ സന്തോഷം. ഉസ്താദ് പിടിച്ചു ചേർക്കുന്നു, ഒരു ഉമ്മ കൊടുക്കുന്നു, സന്തോഷത്തോടെ പറഞ്ഞു വിടുന്നു. എത്ര വലിയ ആനന്ദമാണ് ആ വീട്ടിൽ. 10 പേര് കൂടുമ്പോൾ ആ കുട്ടിക്ക് തന്നെ തോന്നും ഞാൻ ഇന്ന് ഫാത്തിഹ പഠിച്ചപ്പോൾ വലിയ വാപ്പാക്ക് വലിയ കാര്യം, ആൾക്കാരുടെ മുന്നിൽ എന്നെ വലിയ സംഭവമാക്കി, എനിക്കൊരു പോസിറ്റീവും മൈൻഡ് തന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം തന്നെ ഖുൽ ഹുവല്ലാഹ് സൂറത്തും ഇഖ്ലാസും മുഅവ്വിദത്തൈനൊക്കെ പഠിക്കും. അങ്ങനെ 2-3 സൂറത്ത് ആ കുട്ടി പഠിക്കാൻ വീണ്ടും പഠിക്കുന്നു, ഖുർആൻ പഠിക്കുന്നു, ദീനിലേക്ക് വരുന്നു. നമ്മൾ നേരെ തിരിച്ച്, കാരണം കൊച്ചുകുട്ടികൾക്ക് അറിയില്ലല്ലോ, മാതാപിതാക്കളാണ് മക്കളെ പഠിപ്പിക്കുന്നത്. അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മാതാപിതാക്കളാണ് മക്കളെ പഠിപ്പിക്കുന്നത്. ആ മക്കളെ യാതൊരുവിധ പ്രശ്നവുമില്ലാതെ ഈ ഭൂമുഖത്തേക്ക് ജീവിക്കുന്നവരാൻ മാതാപിതാക്കളുടെ പ്രവർത്തനങ്ങളാണ് അവർ ജൂതരാകുന്നതും അവർ ക്രൈസ്തവ മതത്തിലേക്ക് പോകുന്നതും അവർ അധിക സമുദായത്തിന് ചുവയുള്ളതാകുന്ന രീതിയിലേക്ക് മക്കൾ എത്തിപ്പെടുന്നതും കാരണം മാതാപിതാക്കളുടെ മോശപ്പെട്ട സ്വഭാവ വൈകല്യമാണ് എന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസാണ്, അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞതാണ്. നമ്മൾ നമ്മുടെ മക്കളെ എങ്ങനെ പ്രചോദനം കൊടുക്കുന്നു അതനുസരിച്ച് മക്കളുണ്ടാവുള്ളൂ. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹ്യങ്ങൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആബിദീങ്ങളിലും ഹാഫിദീങ്ങളും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. അപ്പോൾ ചുരുക്കത്തിൽ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ ആദ്യമായി ഖബറിൽ നടക്കുന്ന സംഭവമാണ് നമ്മൾ പറഞ്ഞത്. ഖബർ അവനെ എടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഖബറടക്കിയ സംഭവം പറയാണ്. സൈനബ ബീവി തൻ്റെ പ്രിയപ്പെട്ടതാകുന്ന കാസിം എന്ന മകൻ, ആ കാസിമിലേക്ക് ചേർത്തിട്ടാണ് നബിതങ്ങൾ എങ്ങനെ വിളിക്കൽ? അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് വിളിക്കൽ, കാസിമിൻ്റെ ഉപ്പ എന്ന് പ്രവാചകരെ വിളിക്കൽ. ആ കാസിം എന്ന മകനെ, ഇബ്രാഹിം എന്ന കൊച്ചുമകനെ എല്ലാവരെയും ഖബറടക്കിയ സംഭവം അള്ളാഹുവിൻ്റെ റസൂൽ പറയുകയാണ്. ഇത് കേട്ടുകൊണ്ട് സ്വഹാബത്ത് എല്ലാവരും വിലങ്ങി വെക്കുകയാണ്.
എല്ലാവരും വിലപിച്ചുകൊണ്ടിരിക്കുകയാണ്, പൊട്ടിക്കരയുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബത്തിനോട് പറഞ്ഞു അത്രേ, ഫവല്ലാഹി ഇന്നൽ ഖബരി ലളഗ്തതാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫവല്ലാഹി ഇന്നൽ ഖബരി ലളഗ്തതാ ലൗ നജാ അഹദും മിൻ ലഗ്തതിൽ ഖബർ ലനജാ സഅദ് ബിൻ മുആദ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ലോകത്തിന്റെ സംരക്ഷകനായ സർവാധിപതിയായ പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം. സഹാബത്തെ ഇന്നലിൽ ഖബരി ലളഗ്തതാ, നിശ്ചയം ഖബറിന് ഒടുക്കമുണ്ട് സാബാ, ഖബറിനൊരു ഞെരുക്കമുണ്ട് സാബാ, ഖബറിന് പാർശ്വങ്ങൾ ചേർക്കമുണ്ട് സാബാ. ലൗ നജാ അഹദും മിൻ ലഗ്തതിൽ ഖബർ ലനജാ സഅദ് ബിൻ മുആദ്. ആ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന്, ഖബറിന്റെ ഞെരുക്കത്തിൽ നിന്ന്, ഖബറിന്റെ അദാബിൽ നിന്ന്, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് ഒരാളും രക്ഷപ്പെടുകയില്ല, ഒരാളും രക്ഷപ്പെട്ട ചരിത്രമില്ല. ലൗ നജാ അഹദുൻ മിൻ ലഗ്തതിൽ ഖബർ, ആ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന്, ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ ലനജാ സഅദ് ബിൻ മുആദ്, എന്റെ അനുയായിയായ അൻസാരികളുടെ നേതാവായ സഅദ് ബിൻ മുആദ് രക്ഷപ്പെടുമായിരുന്നുവെന്ന് ഹബീബായ റസൂലുള്ളാഹി. സഅദ് ബിൻ മുആദ് പോലും ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന്, ഞെരുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ എൻ്റെ അനുയായിയായ സഅദ് ബിൻ മുആദ് രക്ഷപ്പെടുമായിരുന്നുവെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. മക്കളെ ഖബറടക്കിയത് കേട്ടിട്ട് വാവിട്ട് നിങ്ങളാരും നിലവിളിക്കേണ്ട സഹാബത്തെ. ഫവല്ലാഹി ഇന്നലിൽ ഖബരി ലളഗ്തതാ, സയ്യിദുനാ റസൂലുള്ളാഹി. അള്ളാഹനെ തന്നെയാണ് സത്യം. ഈ ലോകത്ത് ആരൊക്കെ ഖബറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ടോ അവരൊക്കെ ഖബറിടുക്കിയിട്ടുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി. ഖബറിനൊരു നിശ്ചയം, ഒരു ഇടുക്കമുണ്ട്. ഹബീബ് റസൂലുള്ളാഹി കുടുങ്ങിയത് തന്നെ. അല്ലാഹ് താതെ പെട്ടല്ലോ, എന്തായാലും ഖബറെടുക്കും ഉറപ്പാൻ. അങ്ങനെ ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ അള്ളാന്റെ റസൂൽ പറയാൻ, ലൗ നജാ അഹദും മിൻ ലഗ്തതിൽ ഖബർ, ആ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന്, ഞെരുക്കത്തിൽ നിന്ന് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ ലനജാ സഅദ് ബിൻ മുആദ്, എന്റെ അനുയായിയായ സഅദ് ബിൻ മുആദ് രക്ഷപ്പെടുമായിരുന്നുവെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമ്മുടെ ഖബർ സന്തോഷത്തിലാക്കുമാറാവട്ടെ. ദുആ ചെയ്യണം സഹോദരങ്ങളെ. ഖബർ ഒരു നിസ്സാരമല്ലല്ലോ. ഖബറിലേക്ക് നമ്മൾ പോകണ്ടേ, ഖബറിലേക്ക് പോകണ്ടേ? എന്താ നമ്മൾ ചിന്തിക്കാത്തത്? ഖബറിലേക്ക് നമ്മൾ പോകണ്ടേ? ഒറ്റയ്ക്കല്ലേ നമ്മൾ ഖബറിൽ? ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബർ കാണുമ്പോൾ പൊട്ടിക്കരയുമായിരുന്നു അത്രേ. ഖബറിനെ കുറിച്ച് കേൾക്കുമ്പോ, ഖബറിനെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോ, ഖബർ തന്റെ മുന്നിൽ കാണുമ്പോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മൂന്നാം ഖലീഫയാണ് സ്വർഗ്ഗം കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സന്തോഷ വാർത്ത അറിയിച്ച ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പൊട്ടിക്കരയുകയാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളോട് ചോദിച്ചു പോയി, എന്തിനാണ് ഉസ്മാനെ ഖബറിനെ കുറിച്ച് കേൾക്കുമ്പോ നിങ്ങൾ എന്തിനാണ് വാവിട്ട് നിലവിളിക്കുന്നത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയുകയാണ്, ഇന്നൽ ഖബറ അവ്വലു മൻസിൽ മിൻ മനാസിലിൽ ആഖിറ. കൂട്ടുകാരെ, ചെറുപ്പക്കാരെ, ഖബറിനെ കുറിച്ച് കരയാതിരിക്കാൻ കഴിയുകയില്ല. ഖബറ് കേൾക്കുമ്പോ വാവിട്ട് നിലവിളിക്കാതിരിക്കാൻ കഴിയുകയില്ല. എന്തേ കാരണമെന്നറിയുമോ? ഇന്നൽ ഖബറ അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. ആഖിറത്തിലേക്കുള്ളതാകുന്ന ഒരു മനുഷ്യന്റെ കവാടം, അതിന്റെ തുടക്കസ്ഥലം അത് ഖബറാണ്. 6 മണ്ണിന്റെ ഇരുക്കരയാണ്. ഫമൻ നജാ മിൻഹു ഫമാ ബഅദഹു ഐസറു വഇല്ലം യൻജ മിൻഹു
ഫമാ ബഅദഹു അശദ്ദു. ആരെങ്കിലും ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന്, ഖബറിന്റെ അദാബിൽ നിന്ന്, ഖബറിന്റെ ചോദ്യങ്ങളിൽ നിന്ന് ഒരു വ്യക്തി രക്ഷപ്പെട്ടെങ്കിൽ അവൻ തീർച്ചയായും ശേഷമുള്ളതാകുന്ന കാര്യങ്ങളിൽ നിന്ന്, മഹ്ശറിൽ നിന്ന്, അവിടുത്തെ വിചാരണയിൽ നിന്ന്, സിറാത്ത് എന്ന പാലത്തിൽ നിന്നെല്ലാം അവൻ സന്തോഷത്തോടുകൂടി രക്ഷപ്പെടുന്നതാണ്. വൈലം യൻജു മിൻഹാ, ആ ഖബറിന്റെ അദാബിൽ നിന്ന്, ശിക്ഷയിൽ നിന്ന്, ഖബറിന്റെ ചോദ്യോത്തരങ്ങളിൽ നിന്ന് ആരൊരുവൻ രക്ഷപ്പെട്ടിട്ടില്ലയോ, വൈലം യൻജു മിൻഹാ ഫമാ ബഅദഹു അശദ്ദു, അതിനുശേഷമുള്ളത് അവന് ഇടങ്ങേറാണ്, ബുദ്ധിമുട്ടാണ്. 6 അടി മണ്ണിന്റെ ഇരുട്ടറയിൽ ഒരു വ്യക്തി രക്ഷപ്പെട്ടില്ല എങ്കിൽ അവന് മഹ്ശറ കനത്തലാണ്, അവന് അദാബാണ്, അവന് രക്ഷയില്ല. അതുകൊണ്ടാണ് ഞാൻ ഖബർ കേൾക്കുമ്പോൾ കരയുന്നത് എന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ, വീണ്ടും ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ പറയുകയാണ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ പാടുകയാണ്. ഖബറിന്റെ സമീപത്തേക്ക് ചെന്നിട്ട് 6 അടി മണ്ണിന്റെ ഇരുട്ടറയുടെ അടുക്കലേക്ക് ചെന്നിട്ട് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഖബറടക്കുമ്പോ ആ കൂട്ടുകാരുടെ സവിധത്തിലേക്ക് ചെന്നിട്ട് മഹാനുഭാവൻ ഉറക്കെ ചെല്ലുകയാണ്, ഇൻ തൻജു മിൻഹാ തൻജു മിൻ ദിയമതി വഇല്ലാ ഫഇന്നി ലാ യഖാലുക നാജിയാ, ഇൻ തൻജു മിൻഹാ തൻജു മിൻ ദിയമതി. ഈ ഖബറിന്റെ ഇടുക്ക നിന്ന്, ഖബറിന്റെ നെരുക്കത്തിൽ നിന്ന്, ഇതിന്റെ അദാബിൽ നിന്ന് നീ രക്ഷപ്പെട്ടിട്ടെങ്കിൽ ഖബറാളികളെ തഞ്ചമിന്തിയാളിമതി, എല്ലാ ബുദ്ധിമുട്ടിൽ നിന്ന്, എല്ലാ പ്രയാസത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ടിട്ടുണ്ട്. വൈല്ല, ഈ ഖബറിൽ നിന്ന് നീ രക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ, ഖബറിന്റെ അദാബിൽ നിന്ന് നീ രക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ, മുൻകർ നക്കീർ അലൈഹിമുസ്സലാമിന്റെ ചോദ്യങ്ങളിൽ നിന്ന് നീ രക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ, ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന്, അതിന്റെ നെരുക്കത്തിൽ നിന്ന്, അതിന്റെ പ്രയാസത്തിൽ നിന്ന് നീ രക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിന്നെ കുറിച്ച് രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കുകയേ ഇല്ല. ഈ ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് നീ രക്ഷപ്പെട്ടില്ലയോ, മഹ്ശറിൽ നീ രക്ഷപ്പെടുകയില്ല. സിറാത്ത് എന്ന പാലത്തിലൂടെ കടക്കാൻ നിനക്ക് സാധിക്കുകയില്ല. വലത് കൈയിൽ ഏട് നൽകപ്പെടുകയില്ല. ഖബറാണ്, ആദ്യത്തെ ദൈവതമാണ്, പാരത്രിക ജീവിതമാണ്. ഇവിടെ നീ രക്ഷപ്പെട്ടെങ്കിലേ ഇനി ബാക്കിയുള്ളതിൽ രക്ഷപ്പെടുള്ളൂ എന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. തീർന്നില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ വീണ്ടും പറയുകയാണ്, ഞാൻ എന്നെ ഖബറിൽ നിന്ന് എന്നെ പടച്ചറപ്പ് കൊണ്ടുപോയി മഹ്ശറയിൽ നിർത്തിയതാണെങ്കിൽ ആ മഹ്ശറയിലെ കത്തിച്ചൊലിക്കുന്നതാകുന്ന സൂര്യനെ തലയ്ക്ക് മീതെ നിർത്തിക്കൊണ്ട് അള്ളാഹു വിചാരണ ചെയ്യുന്ന ഘട്ടത്തിൽ ഞാൻ വൈൻ കുന്തു ഫിൽ ഹശരി കുന്തു മന്നാസ്, മഹ്ശറയിലേക്ക് എന്നെ പടച്ചറപ്പ് നിർത്തിയാലും ഞാൻ ഒറ്റയ്ക്കല്ല. മഹ്ശറയിൽ എന്റെ കൂടെ ജനങ്ങളുണ്ട്, വിശ്വാസികളുണ്ട്, അവിശ്വാസികളുണ്ട്, നിരീശ്വരവാദികളുണ്ട്, യുക്തിവാദികളുണ്ട്, എല്ലാ ജനവിഭാഗങ്ങളും മഹ്ശറയിൽ എന്നോടൊപ്പമുണ്ട്. ആ മഹ്ശറയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ പിടിച്ച് നരകത്തിലേക്ക് ഇട്ടാൽ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ നിങ്ങൾ പറയുകയാണ്, കുന്തുമാന്നാസ്, എനിക്ക് പേടിക്കേണ്ടതില്ല. കാരണം എന്റെ കൂടെ ശിക്ഷ അനുഭവിക്കാൻ കാഫിരീങ്ങളുണ്ട്, മുനാഫിക്കുകളുണ്ട്, നിരീശ്വരവാദികളുണ്ട്. എന്റെ കൂടെ മോശപ്പെട്ടതാകുന്ന തിന്മകൾ ചെയ്ത ആളുകൾ എന്റെ കൂടെ നരകീയ യാതനകൾ, നരകീയ വേദനകൾ അനുഭവിക്കാൻ എന്റെ കൂടെയുണ്ട്. പക്ഷേ ആറടി മണ്ണിന്റെ ഇരുട്ടറയാകുന്ന ഖബറിലേക്ക് എന്നെ കൊണ്ടുവച്ചാൽ മഹ്ശറ പോലെയല്ല ഖബറ്, നരകം പോലെയല്ല ഖബറ്. ഒരാള് പോലും എന്നോടൊപ്പം ഉണ്ടാവുകയില്ല. ഞാൻ ചെയ്ത അമലല്ലാതെ, ഞാൻ ചെയ്ത സുവർണമല്ലാതെ, ഞാൻ നിസ്കരിച്ച നമസ്കാരമല്ലാതെ, ഞാൻ പിടിച്ചു വീട്ടിയ നോമ്പല്ലാതെ, ഞാൻ കൊടുത്തു വീട്ടിയ സക്കാത്തല്ലാതെ, ഞാൻ നൽകിയതാകുന്ന സ്വതക്കകളല്ലാതെ, ഞാൻ കൊടുത്തതാകുന്ന നന്മകളല്ലാതെ, ഞാൻ ജീവിതത്തിൽ അനുഷ്ഠിച്ചതാകുന്ന ഇബാദത്തുകളല്ലാതെ എന്റെ കൂടെ ആരുമില്ല. ലം യകുൻ മഈ അഹദ്, ഒരാൾ പോലും എനിക്ക് ഖബറിൽ കൂട്ടാളികളാവുകയില്ല. ഒരാൾ പോലും ജനങ്ങളിൽ കൂട്ടാളികളില്ല. മനസ്സിലായോ? നരകത്തിലാണെങ്കിൽ അവിടെ ആരുണ്ട്? മോശപ്പെട്ട ആളുകൾ ശിക്ഷ അനുഭവിക്കാറുണ്ട്.
മഹ്ശറിലാണെങ്കിലോ അവിടെ ആളുകളുണ്ട്, വിചാരണയ്ക്ക് വേണ്ടി നിൽക്കല്ലേ, നല്ല ആളുകളുണ്ട്, ചീത്ത ആളുകളൊക്കെ ഉണ്ട്, പേടിക്കേണ്ട കാര്യമില്ല. അതേസമയത്ത് ഖബർ പേടിക്കണം, ഒറ്റയ്ക്കാണ് പേടിക്കണം. നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ അസ്വസ്ഥത എന്താണ് ചിന്തിച്ച് നമ്മുടെ മക്കൾ കൊടുക്കുന്ന മക്കളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതിനൊന്നും ആമീൻ കനപ്പിക്കുന്നില്ലല്ലോ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ചുരുക്കത്തിൽ ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ ഖബർ അവനെ ആദ്യമായിട്ട് ചെയ്യുന്ന വസ്തുത, ഖബർ അവനെ ഇടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ടില്ല, ഒരാൾ പോലും രക്ഷപ്പെട്ടിട്ടില്ല. അങ്ങനെ രക്ഷപ്പെടുമായിരുന്നുവെങ്കിൽ സഅദ് ബിൻ മുആദ് എന്ന എൻ്റെ അനുയായി രക്ഷപ്പെടുമായിരുന്നുവെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു? ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലയോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളായ ഇൽമിന്റെ സദസ്സിൽ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഖൂമൂ ഖൂമൂ ലിസയ്യിദികും, നിങ്ങളുടെ നേതാവ് കടന്നു വരുന്നുണ്ട്, നേതാവിന് വേണ്ടി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണേ, എഴുന്നേറ്റ് നിൽക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികളോട് എഴുന്നേറ്റ് നിൽക്കാൻ കൽപ്പിച്ചത് സഅദ് ബിൻ മുആദ് കടന്നു വന്നപ്പോൾ മാത്രമാണ്. ആ സഅദ് ബിൻ മുആദ് കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഖൂമൂ ലിസയ്യിദികും യാ സഹാബാ, അൻസാരികളാകുന്ന സഹാബത്തെ, മദീന നിവാസികളാകുന്ന സഹാബത്തെ, നിങ്ങളുടെ നേതാവാകുന്ന സഅദ് ബിൻ മുആദ് കടന്നു വരുന്നുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കണേ എന്ന് ഹബീബായ റസൂലുള്ളാഹി. എല്ലാ സഹാബത്തും എഴുന്നേറ്റ് നിൽക്കുകയാണ്. ആദരവോടുകൂടി ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദിനെ ആനയിക്കുകയാണ്. ഇൽമിന്റെ സദസ്സിലേക്ക് കടന്നു വരുകയാണ്. ആ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണവാർത്ത വന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കാതിൽ പറയുകയാണ്. നബി തങ്ങൾ ആശ്ചര്യപ്പെടുകയാണ്, അതിശയത്തോടുകൂടി ചെല്ലുകയാണ്, മയ്യത്ത് വീട്ടിലേക്ക് എത്തുകയാണ്. സഹാബത്തിനോട് മയ്യത്ത് കുളിപ്പിക്കാൻ പറയുകയാണ്. കുളിപ്പിച്ചതാകുന്ന ജനാസ കൊണ്ടുവന്ന മയ്യത്ത് കെട്ടിൽ വെച്ച് ആ മയ്യത്ത് കെട്ടിൽ തോളിൽ വെച്ചുകൊണ്ട് സഹാബത്ത് നടക്കുമ്പോ മദീന പള്ളിയിലേക്ക് വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ സഹാബത്ത് നോക്കുകയാണ്. തങ്ങൾ കാല് നിലത്ത് കുത്തുന്നില്ല, തന്റെ വിരലുകൾ മാത്രം കുത്തിക്കൊണ്ട് പ്രവാചകൻ നടക്കുകയാണ്. തന്റെ ഉപ്പൂത്തി നിലത്ത് നല്ലതുപോലെ കുത്തുന്നില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു പോയി, നബിയേ നബിയേ, എന്ത് പറ്റി നബിയേ, എന്ത് പറ്റി നബിയേ? അവിടുത്തെ കാലിൽ വല്ല മുള്ള തറച്ചിട്ടുണ്ടോ? കാലിൽ വല്ല ചരൽക്കല്ല് പതിച്ചിട്ടുണ്ടോ? എന്താണ് അവിടുന്ന് ഇത്ര വിഷമത്തിൽ, ദുഃഖത്തിൽ, വിരഹത്തിൽ പ്രയാസപ്പെട്ടുകൊണ്ട് നടക്കുന്നത് നബിയേ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് കാര്യം വെളിപ്പെടുത്തുകയാണ്. സഹാബത്തെ നമ്മൾ മനസ്സിലാക്കിയതുപോലെയല്ല, ഈ സഅദ് ബിൻ മുആദ് ഒരു സാധാരണ മനുഷ്യനല്ല. അല്ലാഹുവിന്റെ അർശ് പോലും അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ഞുകൊണ്ട് ഒന്ന് വിറങ്ങലിച്ചിട്ടുണ്ട് സാബ, ഒന്ന് കുലുങ്ങിപ്പോയിട്ടുണ്ട് സാബ. ഈ ലോകത്തിന്റെ സംരക്ഷകനായ, സർവാധിപതിയായ, സർവലോക സൃഷ്ടിപ്പിൻ സംഹാരകർത്താവായ പടച്ച റബ്ബിന്റെ അർശ് പോലും കുലുങ്ങിയത്രേ. വമഹ്തസ അർശുല്ലാഹി മിൻ അജലി ഖാലിഖി സമിഅനാ ബിഹി ഇല്ലാ ലിസഅദിൻ അബാമിരി. മഹാനായ സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹുവിന്റെ മരണവാർത്ത കേട്ടുകൊണ്ട് അല്ലാഹുവിന്റെ അർശ് പോലും വിറങ്ങലിക്കുകയാണ്, അർശ് പോലും വിറങ്ങലിക്കുകയാണ്, അർശ് പോലും കുലുങ്ങുകയാണ്. ആ അർശ് കുലുക്കിയതാകുന്ന സഅദ് മുആദിന്റെ ജനാസ അനുഗമിക്കാൻ വേണ്ടി മാത്രമായി 70,000 മലക്കുകളെ ഈ ഭൂമിയിലേക്ക് അല്ലാഹു ഇറക്കിയിരിക്കുകയാണ്. ഒന്നല്ല, 10 അല്ല, 10,000 അല്ല, 70,000 മലക്കുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കുകയാണ്, പുതുതായി സൃഷ്ടിക്കുകയാണ്. ആ മലക്കുകളോട് പറയുകയാണ്, നിങ്ങൾക്കുള്ളത് സഅദ് ബിൻ മുആദ് എന്റെ അടിമ മദീനയിൽ മരണപ്പെട്ടു കിടക്കുകയാണ്, അദ്ദേഹത്തിന്റെ ജനാസ അനുഗമിക്കലാണ്, അദ്ദേഹത്തിന്റെ മയ്യത്ത് നമസ്കരിക്കാനാണ്, അദ്ദേഹത്തെ ഖബറാളുകൾ ഖബറിന്റെ സമീപത്ത് എന്നുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലാൻ
മനസ്സിലാണ്. അങ്ങനെ മലക്കുകൾ 70,000 മലക്കുകൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി നടന്നതിന്റെ പേരിൽ ഈ മദീനത്തെ തെരുവിലൂടെ അവർ വന്നുകൊണ്ട് തിക്കും തിരക്കും കാണിക്കുകയാണ്. എനിക്കെന്റെ കാല് നിലത്ത് വെത്താൻ കഴിയുന്നില്ല. മലക്കുകൾ ഇറങ്ങിയതിന്റെ പേരിലാണ് ഞാൻ എന്റെ വിരലുകൾ മാത്രം കുത്തിയിട്ട് ബഹുമാനാദരവുകൾ നിമിത്തമായിട്ട് ഞാൻ എന്റെ കാല് നിലത്ത് വെത്താത്തത് എന്ന് ഹബീബായ റസൂലുള്ളാഹി. ഇങ്ങനെയെല്ലാം വർണ്ണവലുപ്പം പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്നടക്കുന്ന ജനാസ നബി തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ അർശ് പോലും പറഞ്ഞരിച്ചതായ സഅദ് ബിൻ മുആദിന്റെ മയ്യത്ത്, ആ മയ്യത്ത് കൊണ്ടുവരാൻ വേണ്ടി 70,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടി മദീന പള്ളിയുടെ ഖബർസ്ഥാനിൽ കൊണ്ടുവന്ന് ജന്നത്തുൽ ബഖീൽ കൊണ്ടുവന്ന് മറുവാടിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലഖദ് സമഅതു വഖതൻ മിനൽ ഖബർ. ആ ഖബർ എടുക്കുന്ന ശബ്ദം, ഖബർ എടുക്കുന്ന ശബ്ദം ഞാൻ എന്നെ കർണപുടം കൊണ്ട് കേൾക്കുന്നു ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മനസ്സിലായോ? അപ്പൊ എന്താണ് ഖബറെന്ന് കിട്ടി? ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് ഒരാളും രക്ഷപ്പെടുകയില്ല. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഫവല്ലാഹി ഇന്ന ലിൽ ഖബരി ലലഗതത ലൗ നജാ അഹദും മിൻ ലഗതത്തിൽ ഖബരി ലനജാ സഅദ് ബിൻ മുആദ് ശഫീഉന റസൂലുള്ളാഹി. ആ ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് ഒരാളും രക്ഷപ്പെടുകയില്ല മുഹമ്മദ് റസൂലുള്ളാഹി. അങ്ങനെ രക്ഷപ്പെടുമായിരുന്നെങ്കിൽ ആര് രക്ഷപ്പെട്ടേനെ? സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു രക്ഷപ്പെട്ടേനെ എന്ന് ഹബീബ് റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഇമാം സുയൂത്ത് റഹിമഹുല്ലാഹ് അവിടുത്തെ ശറഹ് സുദൂർ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, മുഅ്മിനീങ്ങളാകുന്ന ആളുകൾ, സജ്ജനങ്ങളാകുന്ന ആളുകൾ, സ്വാലിഹീങ്ങളാകുന്ന ആളുകൾ അവരെ കൊണ്ടുവന്ന് ഖബറിലേക്ക് വെക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മക്കളാകുന്ന സൈനബ ബീവി, ഖാസിം റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ഇബ്രാഹിം റളിയല്ലാഹു അൻഹു തുടങ്ങിയതാകുന്ന പ്രവാചകന്റെ പ്രിയപ്പെട്ട മക്കൾ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ ഖബറെടുക്കി എന്ന് പറഞ്ഞാൽ ഖബറിന്റെ ഇരു പാർശ്വങ്ങൾ വന്നുകൊണ്ട് അവരെ വന്നുകൊണ്ട് ചേർന്നു ചുംബിച്ചിട്ട് തിരിച്ചു പോയി. അവരെ ഒരിക്കലും എന്തല്ല, ശരീരത്തിന്റെ എല്ലുകൾ പൊട്ടിക്കുകയോ തലച്ചോറ് ഉടച്ചു കളയുകയോ ചെയ്യുന്ന രീതിയിലല്ല എന്ന് ഇമാം സുയൂത്ത് റഹിമഹുല്ലാഹ്. അപ്പൊ അതെന്തുകൊണ്ടാണ്? സുഹൃതം ചെയ്തതുകൊണ്ടാണ്. പക്ഷെ എന്തുണ്ട്? ഖബറിന്റെ ഇടുക്കമുണ്ട്, 2 ഭാഗം വന്ന് ചേരും. ഒരു ഖബറിലേക്ക് ഒരു മനുഷ്യനെ കൊണ്ടുപോയി വെച്ചാൽ ഖബറിന്റെ ആദ്യത്തെ സംഗതി അതാണ്. അല്പം കൂടി ഓടി ഖബറിലേക്ക് കൊണ്ടുപോയി വെച്ചാൽ ആദ്യത്തെ സംഗതി അതാണ്, ഖബർ അങ്ങോട്ട് എടുക്കും. സയ്യിദുനാ റസൂലുള്ളാഹി. ഉദ്ദേശം നമ്മളാണെങ്കിലോ, നമ്മൾ സുഹൃതം ചെയ്തവരല്ല, തിന്മ ചെയ്തവരാണ്. നമ്മളെ അങ്ങോട്ട് ഇടുക്കി കഴിഞ്ഞാൽ വാരിയല്ലുകൾ കോർക്കും, തലച്ചോറ് പൊട്ടിപ്പിളരും. നഊദു ബില്ലാഹി, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ എന്ത് പറഞ്ഞത്, നമ്മൾ സുഹൃതം ചെയ്യണം, നന്മ ചെയ്യണം, ധാരാളം ദിക്റുകൾ ചൊല്ലുന്നവരാകണം, ധാരാളം ദിക്റുകൾ ചൊല്ലുന്നവരാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കപ്പെട്ടു പോയി, അയ്യുൽ അമാലി അഫ്ളലു യാ റസൂലല്ലാഹ് വഅയ്യുൽ അമാലി അഹബ്ബു ഇലല്ലാഹ്. നബിയേ, നബിയേ, അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണ്? അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അമലേതാണ്? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അൽ ഹാലു വൽ മുർതഹീൽ. അൽ ഹാലും വൽ മുർതഹീലുമാണ് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മൾ പറയൂലേ മൂപ്പനെ നല്ല ഹാലിലാണെന്ന് പറയൂലേ, അതെന്താ ഹാല്? ഈ പറയുന്ന ഹാലായിരിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. നബി തങ്ങളോട് ചോദിച്ചു, ഏറ്റവും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട അമൽ ഏതാണ്? അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ കൊടുത്ത മറുപടിയാണ് അൽ ഹാലു വൽ മുർതഹീലു. വല്ലതും തിരിഞ്ഞോ? ഒന്നും തിരിഞ്ഞില്ല. സഹാബത്തിന് ഇതുവരും തിരിഞ്ഞില്ല, പിന്നെ നമുക്ക് തിരിഞ്ഞു. ചിലര് തിരിഞ്ഞന്ന് തലയാട്ടുക, തിരിഞ്ഞന്ന് എന്ത് തിരിയ? സഹാബത്ത് പോലും നട്ടം തിരിഞ്ഞു ഇത് കേട്ടിട്ട്. സഹാബത്തുടനെ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, വമൽ ഹാലു വൽ മുർതഹീൽ യാ റസൂലല്ലാഹ്. നബിയേ, നബിയേ, എന്താണ് ഹാൽ എന്ന് പറഞ്ഞാൽ, എന്താണ് മുർതഹീൽ എന്ന് പറഞ്ഞാൽ? ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ മറുപടി കൊടുത്തു, അത്രേ, ഇദാ ഖതമ ഖതമതൻ ഇസ്തഅനഫ ഖതമതൻ ഉഖറാ
പരിശുദ്ധമായ ഖുർആൻ പരിപൂർണമായി ഖത്മാക്കിയാൽ, പരിശുദ്ധമായ ഖുർആൻ പരിപൂർണമായി ഓതിക്കഴിഞ്ഞാൽ ഇസ്തഗ്നഫ ഖത്മത്തൻ ഉഖറ, വീണ്ടും അവന് പുതിയ ഖത്ം തുടങ്ങുകയാണ്. വീണ്ടും അവന് പരിശുദ്ധമായ ഖുർആൻ തുടക്കം മുതൽ ഓതുകയാണ്. അങ്ങനെ പരിശുദ്ധമായ ഖുർആൻ ഖത്മാക്കി വീണ്ടും തുടങ്ങി വെച്ച് വീണ്ടും പൂർത്തീകരിച്ച്, വീണ്ടും തുടങ്ങി വെച്ച് വീണ്ടും പൂർത്തീകരിച്ച്, വീണ്ടും തുടങ്ങി വെച്ച് വീണ്ടും പൂർത്തീകരിച്ചുകൊണ്ട് നടക്കുന്നതായ ആളാണ്. ഹാലും മുർതഹീലും, അവനതാ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലാണ് ചെയ്യുന്നത് എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. എന്തിനാ ഉസ്താദ് ഇപ്പൊ ഇത് പറഞ്ഞത്? എന്താ ഖുർആൻ ഓതിയുള്ള ഗുണം? അതാണ് മനസ്സിലായി. നമ്മുടെ ഖബറുമായിട്ട് ബന്ധമുണ്ട്. ഇവിടെ ശ്രദ്ധിക്കും നിങ്ങൾ, നമ്മളെ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഇന്ന റജുല യൽഖാ സാഹിബഹു ഹീന യൻശഖുൽ ഖബറു അൻഹു, ഒരു മനുഷ്യനെ ഖബറിൽ നിന്ന് പുലർത്തപ്പെടുന്ന സന്ദർഭത്തിൽ, അഥവാ ഈ ദുനിയാവിൽ നിന്ന് നാളെ മഹ്ശറിലേക്ക് കൊണ്ടുവരുമ്പോ അവനെ ഖബറിൽ നിന്ന് പുലർക്കുകയാണ്, ഖബർ പുലരുകയാണ്. സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ മൂന്നാമത്തെ ഊത്ത് കടന്നു വരികയാണ്. ഖബറിൽ നിന്ന് മനുഷ്യൻ അങ്ങോട്ട് പുലരുമ്പോ യൻശഖുൽ ഖബറു അൻഹു, ഖബർ അവനെ തൊട്ട് പുലരുന്ന സന്ദർഭത്തിൽ അവന്റെ കൂട്ടുകാരവനെ കാണുകയാണ്. അവന്റെ കൂട്ടുകാരനവനെ കാണുകയാണ്. ആരാണ് കൂട്ടുകാരൻ? ആ കൂട്ടുകാരൻ വന്നുകൊണ്ട് അവനോട് ചോദിക്കുകയാണ്, ഹൽ താരിഫുനി, എന്നെ നിനക്കറിയില്ലയോ, എന്നെ നിനക്കറിയില്ലയോ? ഫയുഖാലു ലഹു, അവനോട് പറയുകയാണ് ഖബറാളി, ലാ അരിഫു, എനിക്ക് നിന്നെ അറിയുകയില്ല. വീണ്ടും അവൻ ചോദിക്കുകയാണ്, കൂട്ടുകാരൻ ചോദിക്കുകയാണ്, ഹൽ താരിഫുനി, എന്നെ നിനക്കറിയില്ലയോ? ഫയുഖാലു ലഹു, അവനോട് പറയുമത്രേ, ലാ അരിഫു, എനിക്ക് നിന്നെ അറിയുകയില്ല. നമ്മുടെ ദുനിയാവിൽ വെച്ച് പരസ്പരം പരിചയമില്ലാത്ത ഒരാളെ കാണുമ്പോ കടാ നിനക്കെന്നെ അറിയില്ലേ, പണ്ട് എന്നെ കണ്ടിട്ടില്ലേ, അല്ല താരിഫിനെ അറിയില്ലേ? വീണ്ടും പറയുകയാണ്, എനിക്കറിയുകയില്ല, എനിക്കറിയുകയില്ല. ഖബറിൽ നിന്നൊരു മനുഷ്യനെ കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് അവന്റെ അടുക്കൽ കൂട്ടുകാരെ കടന്നു വരുകയാണ്. നല്ല വസ്ത്രത്തിൽ, നല്ല തലപ്പാവ് ധരിച്ചുകൊണ്ട്, നല്ല വസ്ത്രത്തിൽ നല്ല വെള്ളവിഭൂഷിതമാകുന്ന വസ്ത്രങ്ങൾ ധരിച്ച്, അത്തർ പൂശിക്കൊണ്ട് നല്ല സുന്ദരനായ ഒരു സുമുഖനാകുന്ന ചെറുപ്പക്കാരന്റെ വേഷവിധാനത്തിൽ അവന്റെ മുന്നിലേക്ക് കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, ഹൽ താരിഫുനി, എന്നെ നിനക്കറിയില്ലയോ? ഫയുഖാലു ലഹു മാ അരിഫു, എനിക്ക് നിന്നെ അറിയില്ല എന്ന് പറയുമ്പോ ആ കൂട്ടുകാരൻ പറയുകയാണ്, അന സാഹിബുകൽ ഖുർആൻ, അന സാഹിബുകൽ ഖുർആൻ, ഞാനാണ് നിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലദീ അല്ലമഅതുക ഫിൽ ഹവാജിർ വഅസ്ഹറത ലൈലക, പാതിരാത്രി ഉറക്കമടച്ചുകൊണ്ട് തഹജ്ജുദ് നമസ്കരിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തില്ലയോ? ആ വിശുദ്ധ ഖുർആനാണ് ഞാൻ. പകൽ മുഴുവനും അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് നോമ്പ് പിടിച്ചവനല്ലയോ, രാത്രിയിൽ നമസ്കരിച്ചവനല്ലയോ? ഞാനാകുന്ന വിശുദ്ധ ഖുർആനിനെ നീ പാരായണം ചെയ്തില്ലയോ? ആ വിശുദ്ധ ഖുർആനാണ് ഞാൻ. മാറ്റമ്മലുള്ള പ്രിയപ്പെട്ട ഉമ്മ സന്തോഷിക്കണേ, പ്രിയപ്പെട്ട ഉപ്പമാരെ സന്തോഷിക്കണേ. അല്ലാഹുവിന്റെ പള്ളിയുടെ അകത്തിളങ്ങൽ അരണ്ട് വെളിച്ചത്തിൽ പരിശുദ്ധമായ ഖുർആൻ ഓതിയതാകുന്ന പ്രിയപ്പെട്ട ഉപ്പമാരെ, ചെറുപ്പക്കാരെ, വീടിന്റെ അകത്തിളങ്ങളിൽ വെട്ടുവെളിച്ചമില്ലാത്ത സന്ദർഭത്തിൽ പോലും, അരണ്ട് വെളിച്ചത്തിൽ പോലും, ഒരു ടോർച്ചിന്റെ മിന്നാമിനിഞ്ഞ വെളിച്ചത്തിൽ ഖുർആൻ ഖത്മ തീർത്ത ഉമ്മമാരെ, നിങ്ങൾ സന്തോഷിക്കണേ, സന്തോഷിക്കണേ. വിളിച്ചു പറയുകയാണ്, ഖുർആൻ പറയുകയാണ്, പേടിക്കണ്ട, പേടിക്കണ്ട. ഫയുതാ ബിയമീനിഹി അൽ മുൽകു, അവന്റെ വലതുഭാഗത്ത് അവന് രാജാധികാരം എഴുതപ്പെടുകയാണ്. ആ വന്ന മനുഷ്യന് കരാപത്രം കൊടുക്കുകയാണ്, ഇതാ നിനക്ക് രാജാധികാരം സ്വർഗലോകത്ത് നൽകുകയാണ്. ഫയുതാ ബിയമീനിഹി അൽ മുൽകു ഇടതുഭാഗത്തേക്ക് ഒരു കരാറുപത്രം കൊടുക്കുകയാണ്. സ്വർഗലോകത്ത് നീ ശാശ്വതികത്വം ലഭിച്ചവനാണ്, സ്വർഗത്തിൽ നീ ശാശ്വതികത്വം ലഭിച്ചവനാണ്, കാലാകാലം വസിക്കാനുള്ള ഒരു അവസരം നിനക്ക് നൽകുകയാണ്, സ്വർഗത്തിൽ നിനക്ക് ശാശ്വതികത്വം നൽകുകയാണ്. തീർന്നില്ല, തീർന്നില്ല. ഹബീബായ നബി തങ്ങൾ പറയുകയാണ്, ഗാംഭീര്യത്താനുള്ള ഒരു കിരീടത്തെ അവന്റെ തലയിലേക്ക്
അല്ലാഹു ധരിപ്പിക്കുകയാണ്. എന്തിനാണ് ദുനിയാവിൽ നീ പരിശുദ്ധമായ ഖുർആൻ ഓതിയവനാണ്, ഖുർആൻ പഠിച്ചവനാണ്, ഖുർആൻ ഓതിയവനാണ്, അതനുസരിച്ചുകൊണ്ട് ജീവിച്ചവനാണ്. അതുകൊണ്ട് തന്നെ ഇതാ അല്ലാഹു നിന്നെ ആദരിക്കുന്നു, അല്ലാഹു നിന്നെ ബഹുമാനിക്കുന്നു. ഗാംഭീര്യത്താലുള്ള ഒരു കിരീടത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ തലയ്ക്ക് മീതെ ധരിപ്പിക്കുകയാണ്. തീർന്നില്ല, അവന്റെ മാതാപിതാക്കളെ വിളിക്കുകയാണ്. മഹ്ശറിലേക്ക് പോകാൻ നിൽക്കുന്ന പാവപ്പെട്ട മാതാപിതാക്കളെ വിളിക്കുകയാണ്. ആ മാതാപിതാക്കൾക്ക് ധരിപ്പിക്കുകയാണ്. സ്വർഗീയ പട്ടുവസ്ത്രം ധരിപ്പിക്കുകയാണ്. ഈ ദുനിയാവുള്ള ഒരാൾക്ക് പോലും അതിന്റെ വില നിശ്ചയിക്കാൻ കഴിയുകയില്ലത്രേ. അത്രമാത്രം മുന്തിനം വസ്ത്രമാണ്. ആ വസ്ത്രം മാതാപിതാക്കൾക്ക് ധരിപ്പിക്കുകയാണ്. ആ ധരിച്ച വസ്ത്രമിട്ടുകൊണ്ട് പാവം പിടിച്ചതാകുന്ന മാതാപിതാക്കൾ ദുനിയാവിൽ കൃഷിക്കാരാണ്, ദുനിയാവിൽ പാവപ്പെട്ടവരാണ്. ദുനിയാവിൽ അന്യന്റെ അടുക്കളയിലെ ചിൽപാത്രങ്ങൾ കഴുകിയിട്ട് അതിൽ നിന്ന് കിട്ടുന്ന നാണയത്തിട്ടുകൊണ്ട് പാവപ്പെട്ട മക്കള് മദ്രസയിലേക്ക് പറഞ്ഞയച്ചവരാണ്. ആ മക്കള് ഖുർആൻ പഠിച്ചു, ആ മക്കള് ദീനനുസരിച്ചുകൊണ്ട് ജീവിച്ചു, ആ മക്കള് ഖുർആൻ ഓതി, ആ മക്കളുടെ തലയിലേക്ക് കിരീടം കൊടുത്തു, സ്വർണ്ണത്തിനാലുള്ള കിരീടം കൊടുത്തു. മാതാപിതാക്കൾക്ക് അതാ വില കൂടിയ വസ്ത്രം ധരിപ്പിക്കുകയാണ്. മാതാപിതാക്കളെ ചോദിക്കുമത്രേ, അല്ലാഹുവേ പടച്ചറപ്പേ, എന്തിനാണ് ഞങ്ങളെ ഇത് ധരിപ്പിച്ചത്? എന്തിനാണ് അല്ലാഹ് ഞങ്ങളെ ഇത് ധരിപ്പിച്ചത്? അവരോട് പറയപ്പെടുമാണ്, അവരോട് പറയപ്പെടുമത്രേ, വിളിച്ചു പറയുമത്രേ, നിങ്ങളുടെ മക്കൾ പരിശുദ്ധമായ ഖുർആനിന്റെ വഴികളിലേക്ക് കടന്നു വന്നതിന്റെ പേരിലാണ്, ഖുർആൻ പഠിച്ചതിന്റെ പേരിലാണ്, മദ്രസയിൽ വന്നുകൊണ്ട് മാറ്റുമ്മൽ മദ്രസയിൽ വന്നുകൊണ്ട് വിശുദ്ധമായ ഖുർആൻ പഠിച്ചതുകൊണ്ടാണ്, അവർ വിശുദ്ധ ഖുർആൻ ഓതിയതുകൊണ്ടാണ്, ഖുർആനിന്റെ വഴികളിലേക്ക് മക്കളെ തെളിച്ചു വിട്ടതിന്റെ കാരണം കൊണ്ടാണ്. മാതാക്കളെ, പിതാക്കളെ, നിങ്ങളുടെ ശരീരത്തിലേക്ക് ഈ വില കൂടിയ പട്ടുവസ്ത്രം ധരിപ്പിക്കുന്നത് എന്ന് അല്ലാഹു മലക്കുകൾ മുഖേന പറയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഉറക്കാമി പറയുന്ന അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇതൊക്കെ നടക്കാൻ പോകുന്ന സംഗതികൾ. അതുകൊണ്ട് മദ്രസയിലേക്ക് മക്കളെ വിട്ടോളിയും ഖുർആൻ പഠിപ്പിക്കും മക്കളെ. ഇത് പണിത് കൊടുത്ത ശൈഖ് അവറുകൾ അല്ലേ, ഗൾഫിൽ നിന്ന് വന്ന ഈജിപ്തിനല്ലേ, അല്ലാഹു അദ്ദേഹത്തിന് ദീർഘായുസ്സ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. എന്ത് വലിയ സൗഭാഗ്യമാണ് ഈ നാട്ടുകാർക്ക്. അൽഹംദുലില്ലാഹ്, അല്ലാഹു ഇത് കബൂലാക്കുമാറാവട്ടെ. നമ്മളത് ഉപയോഗപ്പെടുത്തണം. ഇത് മുമ്പ് പണിത് വന്ന ഇനി റാഹത്ത് ഇവിടെയൊക്കെ കുത്തി വരച്ചു വെക്കാന്നും പറഞ്ഞു, അതിനുവേണ്ടിയല്ല മക്കളെ പറഞ്ഞിട്ടുണ്ട്. നല്ല പെൻസിൽ കൊടുത്തുവിടാം, മോനെ അവിടെ പോയിട്ട് ഉമ്മാടെ പടം വരച്ചു വെക്കണം. അതിനല്ല, മക്കളിവിടെ വന്ന് എന്ത് ചെയ്യണം? ഖുർആൻ പഠിക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ മക്കൾ നീയും പഠിക്കുന്നവരാണ്. അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. എത്ര വരെ ഉണ്ട് ഇവിടെ മദ്രസ? 7 വരെ ഉണ്ട് കേട്ടോ. അൽഹംദുലില്ലാഹ്, അല്ലാഹു സ്വീകരിക്കട്ടെ. ആ പഠിക്കുന്ന മക്കളെയൊക്കെ അല്ലാഹു സാലിഹ്യങ്ങളിലും ആബിദീങ്ങളിലും ഹാഫിദീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ആഖിബത്ത് അല്ലാഹു നന്നാക്കി തരുമാറാവട്ടെ. ചുരുക്കത്തിൽ നമ്മൾ നന്നാവണം. നന്നായെങ്കിലേ രക്ഷയുള്ളൂ. ഖബർ ജീവിതത്തിൽ രക്ഷ കിട്ടണം, നമ്മൾ നന്നാവും. ഖബർ ജീവിതത്തിൽ രക്ഷപ്പെട്ട, ഇടുക്കത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു മഹദിയുണ്ട്, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അത് കൊള്ളാം. നമ്മൾ ഇതുവരെ എന്താ പഠിച്ചത്? ഖബറിന്റെ ഇടുക്കത്തിൽ നിന്ന് ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല. അങ്ങനെ രക്ഷപ്പെടുമായിരുന്നെങ്കിൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി വര്യൻ രക്ഷപ്പെടുമായിരുന്നുവെന്ന് നബിയുനാ റസൂലുള്ളാഹി എന്ന് പഠിച്ച പ്രവാചകൻ തന്നെ പറയുന്നു. ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഒരു മഹദിയെ ഖബർ ഇടുക്കിയില്ല. ലോക ചരിത്രത്തിൽ ഇതുവരെ എടുക്കാത്തതും ഇനി അങ്ങോട്ട് എടുക്കാത്തതുമായിട്ട് അവര് തന്നെയുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എടുക്കിയിട്ടുണ്ട്. ഖബർ എല്ലാവരും എടുക്കിയിട്ടുണ്ട്. ഒരാൾ ഖബറിലേക്കെല്ലാം ഖബർ എടുക്കാന്ന് പറഞ്ഞാൽ നല്ല നല്ല ആളുകൾക്ക് എന്താണ്, 2 ഭാഗങ്ങൾ ഖബറിന്റെ മണ്ണ് ഭാഗങ്ങൾ വന്നിങ്ങനെ അങ്ങോട്ട് ചേരാൻ, ഉമ്മ വെച്ചിട്ടങ്ങ് തിരിച്ചു പോകും, ഒരു ചുംബനം കൊടുത്തിട്ട് തിരിച്ചു പോകും. നമ്മളെയൊക്കെ ആണെങ്കിൽ ഇടിച്ചങ്ങോട്ട് നമുക്ക് റാഹത്താക്കിയിട്ട് കുഴച്ചിട്ട് പോകും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് പാടുന്നത്. എന്തായാലും ഇടുക്കം ഉണ്ടാവും. എന്താ നിർത്താനേ? 5 മിനിറ്റ് കൂടെ പറഞ്ഞാൽ മതി. അത് ശരി, പറഞ്ഞ 5 മിനിറ്റ് പറഞ്ഞു.
ഖബറിന്റെ ഇടുക്കം, അതിൽ നിന്ന് രക്ഷപ്പെട്ടത് ഒരൊറ്റൊരു മഹദി മാത്രം. പഠിക്കേണ്ടത് അതോ പറഞ്ഞു നിർത്താൻ നമുക്ക് അടുത്ത പ്രാവശ്യത്തേക്ക് വെക്കാം അല്ലേ? റഫീഖ് അഴീക്കോട് നിന്ന് വന്നേക്കാണ് അവരെ, പറഞ്ഞോളെ അഴീക്കോട് നിന്ന് വന്നേക്കാണ് അവരൊക്കെ. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. ഒരൊറ്റ പെണ്ണ്, ആരാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, ആരാണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പോറ്റുമ്മ ഫാത്തിമ ബിൻത് സഅദ് റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബിൻത് സഅദ് റളിയല്ലാഹു അൻഹ ആരാണ്? ഫാത്തിമ ബിൻത് സഅദ് റളിയല്ലാഹു അൻഹ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പോറ്റുമ്മയാണ്. ഇവിടെ ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗർഭത്തിലായിരിക്കുമ്പോഴാണ് നബി തങ്ങളുടെ ഉപ്പ മരിച്ചു പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 6 വയസ്സ് പ്രായമാകുമ്പോഴാണ് ആര് മരിച്ചു പോകുന്നത്? ആമിന ബീവി, ഉമ്മ മരണപ്പെട്ടു പോകുന്നത്. ശേഷം വല്യപ്പ നോക്കി നടത്തി നബി തങ്ങളുടെ ജീവിതം. വല്യപ്പ മരണപ്പെട്ടു പോയി. ശേഷം അബൂ താലിബ് എന്ന് പറയുന്ന പിതൃവ്യന്റെ കയ്യിലേക്ക് വന്നു. പിതൃവ്യൻ എന്ന് പറഞ്ഞാൽ മൂത്താപ്പയുടെ കയ്യിലേക്ക്, വാപ്പയുടെ ജ്യേഷ്ഠൻ അബൂ താലിബ്. ആ അബൂ താലിബിന്റെ ഭാര്യയാണ് ആര്? ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ. നല്ലതുപോലെ പഠിക്കണം, റബീഉൽ അവ്വൽ വരെയല്ലേ അവർ ചരിത്രം പഠിച്ചു. ഭയങ്കര സംഭവമാണ്, നമ്മൾ പഠിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ, അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇവര് മരിച്ചെന്ന് കേട്ടപ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല. ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ. കാരണം അന്ന് നബിക്ക് വയസ്സ് 8 വയസ്സാണ്. ഏത് സമയത്ത്? അബൂ താലിബ് റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ. വാപ്പ ചെറുപ്പത്തിലെ മരിച്ചു, ഗർഭം ധരിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ. ഓർമ്മയില്ല, ഇതൊന്നും ഓർമ്മയില്ലല്ലേ? മദ്രസയിലും കണ്ട് ഇങ്ങനെ പഠിച്ചോലോ ഓർക്കുന്നു ഉസ്താദേ, നബിയുടെ ചരിത്രമല്ലേ, ഇത്രയൊക്കെ ഉള്ളൂ. അള്ളാഹു നമ്മൾ കാത്തിരക്ഷിക്കട്ടെ. ഈ പരിശുദ്ധ നബിദിനത്തിലെങ്കിലും നബിയുടെ ചരിത്രം നമ്മൾ പഠിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. നമ്മുടെ മക്കൾക്ക് അതൊക്കെ ഒന്ന് വാങ്ങിക്കൊടുക്കുക, നല്ല നല്ല പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക. ഈ ബാലരമി കഥ പുസ്തകമൊക്കെ ഒന്ന് മാറ്റിവെക്കുക. എന്നിട്ട് മക്കൾക്ക് ഈ റബീഉൽ അവ്വലിൽ നല്ല ദീൻ പറഞ്ഞു കൊടുക്കുക. നബിയുടെ പത്നിമാർ, നബിയുടെ ഭാര്യമാർ, നബിയുടെ മക്കൾ, അതൊക്കെ പഠിക്കുമ്പോൾ, അതൊക്കെ വായിക്കുമ്പോൾ മക്കൾക്ക് തന്നെ ഈ ഒരു സ്വഭാവം കിട്ടിയാൽ കൊള്ളാമെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് തോന്നും. സാലിഹ്യങ്ങൾ ഈ ഒളിച്ചോട്ടൊക്കെ നിൽക്കും, ഈ അശ്ലീലൊക്കെ നിൽക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുമക്കള്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കൾ, അവർക്കൊക്കെ അറിയാലോ, മലയാളം വായിക്കാൻ അറിയില്ലേ? അവർക്ക് പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കും, ദീൻ പഠിപ്പിച്ചു കൊടുക്കുക. എത്രയോ ചരിത്ര പുസ്തകങ്ങൾ, ചരിത്രമാകുമ്പോൾ വായിക്കാൻ നല്ല രസമാണ് അവർക്ക്. അതുകൊണ്ട് അത് വായിച്ചു കൊടുക്കുക, അവരത് പഠിക്കട്ടെ, വായിക്കട്ടെ. അള്ളാഹു തൗഫീഖ് തരട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദരത്തിലായിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ വാപ്പ മരണപ്പെട്ടു പോയി. ആമിന ബീവി റളിയല്ലാഹു അൻഹ 6ാം വയസ്സിൽ മരണപ്പെട്ടു പോയി. 8ാമത്തെ വയസ്സ് വരെ പിന്നീട് 2 വർഷക്കാലം വളർത്തിയത് വല്ലുപ്പയാണ്. ആ വല്ലുപ്പ മരണപ്പെട്ടു പോയി. 8ാമത്തെ വയസ്സിലാണ് അബൂ താലിബ് റളിയല്ലാഹു അൻഹു മഹാനുഭാവൻ ഏറ്റെടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. നബിതങ്ങളെ ഏറ്റെടുത്തു, നബിതങ്ങളെ വളർത്തുന്നു. 8ാമത്തെ വയസ്സിൽ, 8ാമത്തെ വയസ്സെന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം, കൊച്ചു കുട്ടികൾക്ക് വസ്ത്രം സ്വന്തമായിട്ടൊന്ന് അലക്കാൻ അറിയില്ല, പഠിച്ചിട്ടില്ല. നല്ലതുപോലെ ഒന്ന് കുളിച്ച് റാഹത്താകാൻ അറിയില്ല. കൊച്ചിനെ മുതലൊന്നും കിട്ടിയിട്ടില്ല. ചെറുപ്പത്തിലെ ഉമ്മ മരണപ്പെട്ടു പോയതാണ്, കൊച്ചുകുട്ടിയാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ സ്നേഹിച്ചു. സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചു പോറ്റുമ്മയായ സഅദ്, ഫാത്തിമ ബിൻത് സഅദ് റളിയല്ലാഹു അൻഹ. അലിയാരി തങ്ങളുടെ ഉമ്മയാണത്. അലിയാരി തങ്ങളുടെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, നബി തങ്ങളുടെ മരുമകനാകുന്ന അലിയാരി തങ്ങളുടെ ഉമ്മ, അഥവാ ഫാത്തിമ ബീവിയുടെ അമ്മായിയമ്മ. അങ്ങനെയൊക്കെ പറയാം. ചുരുക്കം മൊത്തത്തിൽ ഒരുപാട് ബന്ധമാണ്. ഇങ്ങനെ ഓരോന്നോരോന്ന് പറയുമ്പോഴേ തിരിയുള്ളൂ ഈ ബന്ധങ്ങൾ. ഫാത്തിമ ബീവിയുടെ അമ്മായി ആരാ? ഫാത്തിമ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകള് ഫാത്തിമ. അവരുടെ അമ്മായിയമ്മയുടെ പേരോ അതും ഫാത്തിമ എന്നാണ്, പക്ഷെ ഫാത്തിമ ബിൻത് സഅദ് എന്നാണ് പേര്. ഞാൻ നിർത്താൻ പോയി, ഈ ചരിത്രം കൂടി പറഞ്ഞിട്ട് നിർത്താൻ. ഫാത്തിമ ബിൻത് സഅദ് റളിയല്ലാഹു അൻഹ സഹോദരങ്ങളെ, അവർ മരണപ്പെട്ടു പോയപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന് ഭയങ്കര വിഷമമായി. കാരണം തന്റെ ചെറുപ്പത്തിൽ 8ാമത്തെ വയസ്സിൽ തന്നെ എടുത്തു പോറ്റി വളർത്തിയതാകുന്ന പ്രിയപ്പെട്ട ഉമ്മയാണ് ഫാത്തിമ ബിൻത് സഅദ് റളിയല്ലാഹു. ഒരു വേർതിരിവും കാണിച്ചിട്ടില്ല. മക്കളുണ്ട്, അലി റളിയല്ലാഹു അൻഹു ഉണ്ട്, അവർക്ക് ഉഖൈൽ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്, ജഅഫർ എന്ന് പറയുന്ന മകനുണ്ട്. ഈ മക്കളൊക്കെ ഉണ്ടായിരിക്കെ അതിനോടൊപ്പം തന്നെ മകനെ പോലെ ചേർത്ത് വളർത്തുകയാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്ക് സാധിക്കും അങ്ങനെ? മൂത്തമ്മയാണ്. മൂത്താപ്പാണ് ആരോട്? അബൂ താലിബ്. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഫാത്തിമ ബിൻത് സഅദ് റളിയല്ലാഹു. ഇവര് മരണപ്പെട്ടു പോയപ്പോൾ നബിക്ക് ഭയങ്കര വിഷമം.
ഇമാം തബറാനി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. ഇതൊക്കെ നമ്മൾ പഠിക്കണം, ഇന്നത്തെ സമൂഹം അറിയണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉമ്മ മരണപ്പെട്ടു പോകുമ്പോൾ വിഷമിക്കുകയാണ്, വല്ലാതെ വിഷമിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ണീർ വാർക്കുകയാണ്. ആ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ജനാസ കുളിപ്പിച്ചുകൊണ്ട് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവരുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്ത് നിരീക്ഷിക്കുകയാണ്, സ്വഹാബത്ത് നോക്കുകയാണ്. എപ്പോഴും സ്വഹാബത്ത് അങ്ങനെ തന്നെയാണ് അല്ലാഹുവിന്റെ റസൂലിനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നോക്കുമ്പോ ആ ജനാസയുടെ മുന്നിലൂടെ കുറച്ചു നേരം നടക്കും, കുറച്ചു നേരം ജനാസയുടെ പിന്നിലൂടെ നടക്കും, കുറച്ചു നേരം ജനാസയുടെ വലതു ഭാഗത്തിലൂടെ നടക്കും, കുറച്ചു നേരം ജനാസയുടെ ഇടതു ഭാഗത്തിലൂടെ നടക്കും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വല്ലാതെ വിഷമത്തിലാണ്, ദുഃഖത്തിലാണ്. സ്വഹാബത്തിന് കാര്യം മനസ്സിലായി. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, പോയി നബിയേ, എന്തിനാണ് അവിടെ നിന്ന് ഇത്രയേറെ വിഷമിക്കുന്നത് നബിയേ, ഇത്രയേറെ പ്രയാസപ്പെടുന്നത് നബിയേ? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രിയപ്പെട്ട അനുയായികളോട് മിണ്ടുന്നില്ല. ഒരക്ഷരം ഉരിയാടാതെ ദിക്റുകൾ ചൊല്ലിക്കുന്ന പ്രവാചകൻ നടക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിൽ വന്നുകൊണ്ട് മയ്യത്ത് നമസ്കരിച്ച് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുവന്ന് നടക്കുന്ന സന്ദർഭത്തിൽ സ്വഹാബത്തിനോട് പറയുന്നു, സഹാബ, ഖബറിലേക്ക് ഇറക്കി വെക്കരുതേ. ഹബീബായ നബി തങ്ങൾ കടന്നു വരികയാണ്. റസൂലുള്ള ധരിച്ചിരിക്കുന്ന ഖമീസ് ഓടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ധരിച്ചിരിക്കുന്ന ഖമീസ് ഓടുകയാണ്. ആ പാവപ്പെട്ട ഉമ്മയെ റസൂലുള്ള തന്നെ ആ ഖമീസ് ഇട്ട് കൊടുക്കുകയാണ്. റസൂലുള്ളയുടെ ശരീരത്തിലേക്ക് ചേർന്ന് കിടന്ന വസ്ത്രം, അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിലേക്ക് ചേർന്ന് കിടന്നതായ ഖമീസ്, അത് ധരിക്കാൻ സൗഭാഗ്യം ലഭിച്ച ഉമ്മ, നിങ്ങളല്ലയോ ലോകത്തെ ഏറ്റവും വലിയ ഭാഗ്യമുള്ള വനിത. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉമ്മയുടെ ശരീരത്തിലേക്ക് വസ്ത്രം അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഖബറിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ അങ്ങോട്ട് ഇറങ്ങുകയാണ്. ഫജലസ ഫിൽ ഖബറിഹ, ആ ഖബറിൽ അങ്ങ് റസൂലുള്ള ഇരിക്കുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ ഖബറിലേക്ക് അങ്ങോട്ട് കടക്കുകയാണ്. ഹദീസിൽ കാണാം, ഫതംഹക ഫീ ഖബറിഹ, ആ ഖബറിൽ കിടന്നുകൊണ്ട് റസൂലുള്ള തന്റെ ശരീരത്തെ വലത്തോട്ടും ഇടത്തോട്ടും വെച്ചുകൊണ്ട് ഉരുളുകയാണ്. ഖബറിന്റെ വലതുഭാഗത്തേക്ക് ഖബറിലേക്ക് ചേർക്കുകയാണ്. തന്റെ വലതുഭാഗത്തിന്റെ പാർശ്വം ഖബറിന്റെ വലതുഭാഗത്തേക്ക് ചേർക്കുകയാണ്. തന്റെ ഇടതുഭാഗത്തിന്റെ പാർശ്വം ഖബറിന്റെ ഇടതുഭാഗത്തേക്ക് ചേർക്കുകയാണ്. ആ ഖബറിൽ കിടന്നുകൊണ്ട് ഉരുളുകയാണ്, വലത്തേക്ക് ഇടത്തേക്ക് ഉരുളുകയാണ്. എന്തെന്നറിയില്ല, വല്ലാത്തൊരു പരവേശമാണ്. സഹാബത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് സഹാബത്ത് സാക്ഷിയാണ്. എന്താണ് റസൂലുള്ള കാണിക്കുന്നത്? അല്ലാഹുവിന്റെ റസൂൽ ആ ഖബറിൽ കിടന്നുകൊണ്ട് കൈയുയർത്തിക്കൊണ്ട് ആകാശത്തിന്റെ അതിമുന്നിലേക്ക് ദുആ ചെയ്യുകയാണ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലി ഉമ്മി വഅദ ഉമ്മി, എന്റെ ഉമ്മയ്ക്ക് ശേഷം പോറ്റുമ്മയായ എന്നെ നോക്കാൻ ആരുമില്ലാത്ത സന്ദർഭത്തിൽ, 8ാമത്തെ വയസ്സിൽ എനിക്ക് വസ്ത്രം നല്ലതുപോലെ ഒന്ന് ധരിക്കാൻ അറിയാത്ത സന്ദർഭത്തിൽ, നല്ലതുപോലെ ഒന്ന് എടുക്കാൻ അറിയാത്ത സന്ദർഭത്തിൽ, എനിക്കൊന്ന് കഴുകി എന്റെ ശരീരത്തെ ഒന്ന് ശുദ്ധീകരിച്ചു തരാൻ ഒരാൾ പോലുമില്ലാത്ത സന്ദർഭത്തിൽ എനിക്ക് വസ്ത്രം നൽകിയതാകുന്ന പ്രിയപ്പെട്ട ഉമ്മയാണ്. എന്റെ വസ്ത്രങ്ങളെ കഴുകി ശുദ്ധീകരിച്ച പോറ്റുമ്മയാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മയാകുന്ന ആമിന ബീവിക്ക് ശേഷം പോറ്റുമ്മയായി വന്ന പ്രിയപ്പെട്ട ഉമ്മയാണ്. അല്ലാഹ്, ഈ ഉമ്മയെ കുറിച്ച് എനിക്ക് ഒരുപാട് പറയാനുണ്ട് റബ്ബേ. ഈ ഉമ്മ ഒരു സാധാരണക്കാരിയല്ല. അവരുടെ പ്രിയപ്പെട്ട മക്കളാകുന്ന അലിയാറ്, അവരുടെ പ്രിയപ്പെട്ട മക്കളാകുന്ന ഉക്കയില്, അവരുടെ പ്രിയപ്പെട്ട മക്കളാകുന്ന ജാഫർ പട്ടിണി കിടക്കുന്ന സന്ദർഭത്തിൽ, അവരുടെ വയറ് ചുരുങ്ങിയിരിക്കുന്ന സന്ദർഭത്തിൽ, എന്റെ പ്രിയപ്പെട്ട റസൂലുള്ളാഹിയാണ്, എന്റെ പ്രിയപ്പെട്ട മുഹമ്മദാണ്. അന്ന് റസൂലുള്ള പ്രവാചകനായിട്ടില്ല, അന്ന് അല്ലാഹുവിന്റെ റസൂലായിട്ടില്ല. ഒരു സാധാരണക്കാരനാണ്. മുഹമ്മദ് എന്ന 8 വയസ്സുള്ള പൊന്നുമോനോട് സ്വന്തം മക്കളെക്കാൾ സ്നേഹം കാണിക്കുന്ന മൂത്തമ്മ. ഇന്നും നമ്മുടെ കേരളക്കരയിൽ ഇത്തരമത്തിലുള്ള ഉമ്മമാരില്ലോ. മാതാപിതാക്കൾ മരണപ്പെട്ടു പോയതിന് പേരിൽ വസരിക്കണ്ട പൊന്നുമോനെ എന്ന് വിളിച്ചു ചേർത്തുകൊണ്ട് സ്വന്തം മക്കളെ, ഇളയ പെണ്ണിന്റെ മക്കളെ, അനിയത്തി പെണ്ണിന്റെ മക്കളെ, ജ്യേഷ്ഠത്തി പെണ്ണിന്റെ മക്കളെ വിളിച്ചു ചേർത്തുകൊണ്ട് സ്വന്തം മക്കളെക്കാൾ താരാട്ട് പാടി തേരൂട്ടി വളർത്തുന്ന ഉമ്മമാർ
ഉമ്മമാരില്ലോ, സന്തോഷിക്കണേ, സന്തോഷിക്കണേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് വിളിച്ചു പറയുകയാണ്, അലിയാർ തങ്ങളും ജഅഫറും ഉഖൈലുമൊക്കെ വയറ് വിശന്നുകൊണ്ട് നടക്കുമ്പോ ഈ പാവപ്പെട്ട ഫാത്തിമാവിന്റെ അസുഖന്ന മൂത്തുമ്മയില്ലോ, എന്റെ വയറ് നിറയാൻ അവന് വല്ലാതെ പരിശ്രമിച്ചവരാണ്, ഈ മുഹമ്മദിനെ വളർത്തിയവരാണ്, എനിക്കവര് ഭക്ഷണം തന്നവരാണ്, എനിക്ക് പാലൂട്ടിയവരാണ്, എനിക്ക് മറക്കാൻ സാധിക്കുകയില്ല. ഒരു പൊന്നുമോന്റെ വല്ലാത്ത വേദനയാണ്. 4 വയസ്സുള്ള 8 വയസ്സുള്ള 10 വയസ്സുള്ള ഉമ്മമാരില്ലയോ, കുട്ടികളുള്ള ഉമ്മമാരില്ലയോ, ആ മക്കളുടെ സ്നേഹം നമുക്ക് തിരിച്ചറിയണേ. 10 വയസ്സുള്ളതാകുന്ന ബാസിത്തുന്ന പൊന്നുമോന് കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ മരണപ്പെട്ട് കിടക്കുന്നത്, ആ മരിച്ച ചിത്രം, ആ പൊന്നുമോന്റെ മുഖം ഇന്നും എന്റെ ഈ സദസ്സിൽ വെച്ചുകൊണ്ട് എന്റെ മുഖത്ത് വരികയാണ്. അല്ലാഹുവേ, പുഞ്ചിരിച്ചു കിടക്കുന്ന പൊന്നുമോന, 10 വയസ്സുള്ള പൊന്നുമോന, ആ പൊന്നുമോനെ നീ ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാ, നീ സന്തോഷത്തിലാക്കണേ അല്ലാ. ബാസിത്തുന്ന പൊന്നുമോനെ നീ പേടിക്കണ്ടടാ, നീ പേടിക്കണ്ടടാ. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലയോ, മൻസലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. മദ്രസാ വിദ്യാഭ്യാസത്തെ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും കേന്ദ്രങ്ങളായി ലോകം മുദ്രകുത്തുമ്പോഴും എന്റെ മക്കള് ഖുർആൻ പഠിക്കണം, എന്റെ മക്കള് ദീൻ പഠിക്കണം, അതിന് ദീനിയാത്ത് പഠിക്കണം, എന്റെ മക്കള് സൽസ്വഭാവം ഉണ്ടാകണം, അതിന് അഖ്ലാഖ് പഠിക്കണം, എന്റെ മക്കള് ചരിത്രം പഠിക്കണം, അതിന് താരീഖ് പഠിക്കണം, എന്റെ മക്കള് കർമ്മശാസ്ത്രം പഠിക്കണം, അതിന് ഫിഖ് പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ മദ്രസയിലേക്ക് പറഞ്ഞു വിട്ടതായ ബാസിത്തിന്റെ പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മ അറിയുന്നില്ല പൊന്നുമോന് മരണത്തിലേക്കാണ് വഴുതി വീഴുന്നതെന്ന്. മദ്രസയിൽ പോയി തിരിച്ചു വന്നപ്പോ ആ ട്രെയിനിന്റെ കാത്തടിച്ചുകൊണ്ട് നിരത്തേക്ക് വീണ പൊന്നുമോനെ, നിനക്ക് സ്വർഗമല്ലയോ, കാരണം ഇൽമിന്റെ വഴിയിലേക്ക് ആരൊരുവനെ പ്രവേശിച്ചോ അതിന്റെ അറ്റമെത്തി നിൽക്കുന്നത് സ്വർഗമാണ്, സ്വർഗമാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ ഖബറിൽ കിടന്ന് ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലി بحق نبيك والأنبياء الذين من قبلي. ഇന്ന നബിയാകുന്ന മുഹമ്മദ് നബിയുടെ ബറക്കത്ത് കൊണ്ട് ആ നബിക്ക് മുമ്പേ നടന്നു പോയതാകുന്ന 1,24,000 പ്രവാചകന്മാർ, 313 മുർസലീങ്ങളടക്കമുള്ള എല്ലാ അമ്പിയാക്കളുടെയും പൊരുത്തം കൊണ്ട് ഹഖ്ജാഹ് ബറക്കത്ത് കൊണ്ട് ഈ ഉമ്മയൊക്കെ നീ പൊറുത്തു കൊടുക്കണേ അല്ലാ, നീ പൊറുത്തു കൊടുക്കണേ അല്ലാ. ഇത് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്ത നബി ആ ഖബറിന്റെ മുകളിലേക്ക് കയറി പുഞ്ചിരിച്ചുകൊണ്ട് നബിതങ്ങൾ പറയുകയാണ്, ഖബറിൽ നിങ്ങൾ മൂടണേ, മണ്ണിട്ട് മൂടണേ. ഖബറിട്ട് മണ്ണിട്ട് മൂടി, നിശ്ചലമാണ് ഖബർ, നിശ്ചലമാണ്. അല്ലാഹുവിന്റെ റസൂൽ ചെറു പുഞ്ചിരിയോടുകൂടി പറയുകയാണ്, സ്വഹാബാ, ലോകത്തെ ഖബറെടുക്കാത്ത ഒരേ ഒരു മഹദിയേ ഉള്ളൂ, അതെന്നെ ഈ പോറ്റമ്മയാണ്, ഫാത്തിമ ബിൻത് അസദാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. ജീവിതത്തിൽ സുഹൃതം ചെയ്താൽ ഖബറിന്റെ ഇടുക്കം അവന് സന്തോഷകരമാകും. ഇമാം സുയൂത്തി റഹിമഹുല്ലാ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ഖബറിന്റെ ഇടുക്കത്തിൽ എല്ലാവരെയും ഇടുക്കിയിട്ടുണ്ട്, ഒരാൾ പോലും രക്ഷപ്പെട്ടിട്ടില്ല. രക്ഷപ്പെട്ടത് ഒരേ ഒരു മഹദി. അതെങ്ങനെയാണ്? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കമീസ ഇട്ടുകൊടുത്തത്. നബി തങ്ങളുടെ 2 പാർശ്വം അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്ന് ചേർന്നത്. ഇമാം തബ്റാനി ഉദ്ധരിക്കുന്ന ഹദീസ്. നബിയുടെ ശരീരം ചെന്ന് ചേർന്ന ഭാഗം പിന്നെ ആ മണ്ണിങ്ങോട്ട് വരുമോ? അല്ലാഹ്, എവിടെ വരെ? നബിയുടെ കമീസ് ഇട്ട് കൊടുത്തിരിക്കുന്ന ഉമ്മയെ വന്ന് എടുക്കുവോ ഖബർ? ഖബറിന്റെ അകത്ത് വല്ല രക്ഷയുണ്ടോ? വല്ല രക്ഷയുണ്ടോ? ഖബർ ഓടി മാറൂലേ? എന്തൊരു സൗഭാഗ്യമാണ് ആ ഉമ്മയ്ക്ക് കിട്ടിയത്. പക്ഷെ ആ ഉമ്മ ഉമ്മയായി തന്നെ ജീവിച്ചു. റസൂലാണെന്ന് തിരിച്ചറിയുന്നതിന് മുമ്പ് തന്നെ ആ ഉമ്മ വല്ലാതെ സ്നേഹിച്ചു ആ കുട്ടി. നമ്മളും അങ്ങനെ കലർപ്പില്ലാത്ത സ്നേഹം നമ്മുടെ മക്കളോട് മാത്രമല്ല, കൊച്ചു കുട്ടികളോട് നമ്മൾ കലർപ്പില്ലാത്ത സ്നേഹമായിരിക്കണം. അയൽവക്കക്കാരൻ്റെ മക്കൾ നമ്മുടെ വീട്ടിൽ വന്നു, നമ്മൾ കോഴിയിറച്ചി കഴിക്കാറാകുമ്പോഴത്തേക്കും മനേടാ ഇല്ലോട്ട് വയ്ക്കുക, സ്നേഹം വരേക്ക്, ഇതാ നമ്മുടെ സ്വഭാവം. മനേടാ വീട്ടിൽ നിന്റെ ഉമ്മച്ചി വിളിക്കും, അവൻ പറയും അവനിവിടെ മണം അടിച്ചിട്ടിരിക്കും, അവനറിയാം ഇവിടെ ഇറച്ചി വിളമ്പാനാണ്. ഇല്ല ഉമ്മച്ചിയൊന്നും വിളിച്ചില്ല, ഞാൻ കേട്ടില്ലല്ലോ. ചിലപ്പോൾ നമ്മൾ അപ്പുറത്തോട്ട് പറഞ്ഞു വിടും, കഥയൊക്കെ ഒന്ന് ചാരിയിട്ട് വിളമ്പി കൊണ്ട് വെച്ച് കഴിയുമ്പോൾ ഓടി ഒന്ന് ബെല്ലടിക്കും, ഇല്ല ഉമ്മച്ചി വിളിച്ചില്ലല്ലോ എന്ന് പറയും. അതോടി സകലൊന്നും പോയി. അല്ലാ, നമ്മളെന്നാലും മക്കളെ പറഞ്ഞു ഒരു കഷ്ണമേ അപ്പോൾ കൊച്ചുകുട്ടി കഴിക്കുകയുള്ളൂ, എന്നാലും പറഞ്ഞു വിടും, മോനെ ഇവിടെ പൊയ്ക്കോടെ. ഇതാണ് നമ്മുടെ സ്വഭാവം. എല്ലാവരുടെയും അല്ല, ചില ആളുകൾ